ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കുറേ കാലമായിട്ട് ലൈവിൽ വന്നിട്ടില്ല. കാരണം കുറേ ബിസിനസ് പരമായിട്ടുള്ള തിരക്കിലായിരുന്നു. അന്നേരം പലരും ആവശ്യപ്പെട്ടിരുന്നു ലൈവ് എന്താ ഉണ്ടാകാത്തത്. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരുന്നു. അതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരുന്നു. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെ എങ്ങനെ ജലത്തെ പോലെ ആകർഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ജലത്തെ പോലെയുള്ള ഒഴുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പണം എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ എപ്പോഴും മൈൻഡിൽ എന്ത് ചിന്തയാണ് കൊടുക്കുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തകളാണ്. എപ്പോഴും ഏതൊരു ട്രെയിനിങ്ങിലാവട്ടെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നമ്മളെ ചിന്തകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ലൈഫിൽ ജസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ ലൈഫിൽ മണി മാനിഫെസ്റ്റേഷന് സഹായിച്ച ഏതൊക്കെ ടെക്നിക്കുകളാണ്? നിങ്ങളിപ്പം പണത്തിന് വേണ്ടിയിട്ട് ഓരോ ടെക്നിക്കുകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് മാറിയ ടെക്നിക്ക് ഏതാണ്? ജസ്റ്റ് ഒരു 2-3 പേര് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയായിരുന്നു. പണം ആഗ്രഹിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഏത് ടെക്നിക്കാണ്? Open up a prayer. ഹോപ്പ് നോപ്പ് നോ പ്രയർ. ശരി. പിന്നെ വേറെ ആരാണ് എന്താണ് ചെയ്തതെന്ന് പറയും? വേറെ എന്ത് ടെക്നിക്കാണ് ചെയ്തത്? ഏതെങ്കിലും അഫോമേഷൻസ്, സ്വിച്ച് വേർഡ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്ക്? Gratitude. എന്താണ്? Gratitude. ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ. പിന്നെ വാട്ടർ ടെക്നിക്ക്. പിന്നെ എന്തൊക്കെ കാര്യമാണ്? Hello, sir. ആ, എന്ത് കാര്യമാണ് ഉപയോഗിച്ചത്? Affirmation. അഫോമേഷൻസ്. അതെ, തീർച്ചയായും. ഓക്കെ. അന്നേരം ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ ടെക്നിക്കുകളും എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് പലരും പറയാറുണ്ട് ഇന്നൊരു ടെക്നിക്കാണ് പവർഫുൾ, അല്ലെങ്കിൽ ഇന്നൊരു കാര്യമാണ് പവർഫുൾ എന്ന്. സത്യത്തിൽ ഓരോ വ്യക്തികളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ മെത്തഡും ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ എൻ്റേതല്ല അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ആകട്ടെ, ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടെക്നിക്കോ കാര്യങ്ങളോ നമ്മൾ പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചില ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടും, മറ്റു ചില ആൾക്കാർക്ക് മറ്റൊരു ടെക്നിക്കായിരിക്കും ഉപയോഗിക്കുക. ഇതെല്ലാം തന്നെ എന്തിനാണ് ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്? നമ്മളെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ മാത്രമാണ് ഈ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മണി മാനിഫെസ്റ്റേഷന് ആദ്യം തന്നെ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒന്ന് പോയിന്റ് ചെയ്യാം. ഫോർഗിവ്നെസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ യൂട്യൂബ് ചാനലിലും അതോടൊപ്പം തന്നെ ബേസിക് ലോ ഓഫ് അട്രാക്ഷനിലും തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. അന്നേരം എന്തിനാണ് ഈ ഫോർഗീവ് ചെയ്യുന്നത്? അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തോട് എന്തിന് ഞാൻ ക്ഷമിക്കണം, അല്ലെങ്കിൽ എന്തിന് ക്ഷമ ചോദിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഓക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കുന്നത് ഒരു ഫിസിക്കൽ കറൻസി ആയിട്ടാണ്, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഇപ്പം കോയിൻസ് ആവട്ടെ, നോട്ടാവട്ടെ, അങ്ങനെയാണ് നമ്മൾ പണത്തെ കാണുന്നത്. ഒരിക്കൽ തന്നെ പണം എന്ന് പറയുന്നത് ശരിക്കും ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും പറയാൻ അല്ലാതെ നമ്മൾ ഒരു സ്പിരിച്വൽ തലത്തിലാണ് ഇതിനെ കാണാൻ പോകുന്നത്. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പണത്തെ ഒരു ഊർജ്ജമായിട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈൻ എനർജി ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ചില സ്വിച്ച് വേർഡ്സ് നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിവൈൻ മണി നൗ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്വിച്ച് വേർഡാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായതും അതോടൊപ്പം തന്നെ പലർക്കും റിസൾട്ട് ഉണ്ടാക്കിയതുമായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് ഡിവൈൻ മണി നൗ. അതെന്തുകൊണ്ടാണ് ഈ ഒരു സ്വിച്ച് വേർഡ് നമ്മൾ പറയാൻ കാരണം? ഈ ഒരു സ്വിച്ച് വേർഡ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ എന്ന് വെച്ചാൽ എന്താണ്? ദൈവികമായിട്ടുള്ള, അല്ലേ? ആ ഒരു ദൈവികമായിട്ടുള്ള പണമായിട്ട് നമ്മളെ പേഴ്സിലാവട്ടെ അല്ലെങ്കിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലാവട്ടെ എല്ലാം തന്നെ ഒരു ഡിവൈൻനെസ് നമ്മൾ കാണാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോ വരുന്നതാണ്. അന്നേരം ഈ ഒരു ഡിവൈൻനെസ് എന്തുകൊണ്ട് നമുക്ക് വരുന്നില്ല? കാരണം പണത്തെ വെറും ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവായിട്ട് കാണുന്ന സമയത്ത് അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നില്ല, അല്ലേ? വെറും ഒരു നോട്ട് എന്ന് പറയുന്നത് വെറുതെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവായിട്ട് കാണുകയാണെങ്കിൽ ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് വെറുതെ അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് ഒരു സമയത്ത് എന്ത് സംഭവിക്കും? അവർക്ക് വളരെ നല്ലൊരു റിച്ച് ആയിട്ടുള്ള വ്യക്തിയായിട്ട് കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് മാസം അല്ലെങ്കിൽ ഒരു 2-3 വർഷം കഴിഞ്ഞ് അവരെപ്പോഴും എന്ത് ചെയ്യും? അവർ ദരിദ്രനായിട്ട് മാറും. അതിന് ഇവിടെ സ്പെൻഡിങ്ങിനെ കുറിച്ചുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, എങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം
പുത്തൻ പണക്കാർ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് പെട്ടെന്ന് ഒരു ദിവസം ലോട്ടറി അടിച്ചു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലോട്ടറി അടിക്കുന്ന വ്യക്തികൾ, അത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ഓരോരുത്തരുടെ സ്റ്റോറീസ് കാണാം അല്ലേ? അതിൽ ലോട്ടറി അടിക്കുന്ന വ്യക്തികൾ സമ്പന്നനായിട്ട് മാറുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഊർജ്ജത്തെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യം അറിയില്ല. ഈ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇതിൽ തന്നെ ലൈവിലും നമ്മളെ വെൽത്ത് മാസ്റ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ വന്നത്. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്ന ഒരു ഭയത്തോടെയാണ് യൂസ് ചെയ്തത്. അതായത് പണം എന്ന് പറയുന്ന ആവശ്യത്തിന് മാത്രം, അതായത് നിങ്ങൾക്ക് അന്നന്ന് ജീവിക്കാനുള്ള പണം മാത്രമാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ പണം എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞാൽ സമാധാനം പോവും എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ. അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, പണം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കുറേ പണം വന്നു കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടുന്ന പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ രക്ഷിതാക്കൾ, നിങ്ങളെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. യെസ്, യെസ്, ഓക്കെ. അന്നേരം യെസ്, അതിൽ വലിയൊരു ശതമാനം യെസ് എന്നുള്ളതാണ്. ഏകദേശം ഒരു ഇതിലാകെ നോ, യെസ്, നോ എന്ന് പറഞ്ഞതാകെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു 2-3-4 പേര്. അതിനേക്കാൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാമല്ലോ. ഓക്കെ, യെസ്, യെസ് എന്ന് അതിലെ ഒരു 85% കുഴപ്പമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടിപ്പോയ കുഴപ്പമാണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നു. നമ്മൾ പോലും അറിയാതെ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പണം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം പോവും എന്നൊരു രീതിയിലുള്ള ചിന്താഗതിയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നതെങ്കിൽ നമ്മൾ ലൈഫിൽ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയോ, നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വരുന്ന സമയത്ത് എന്ത് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് വരിക? എപ്പോഴും ഫിയർ എന്ന് പറയുന്നത്, അതാണ് ഞാൻ 2-3 ലൈവിൽ ഫിയർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഒരു ഫിയർ, അതായത് നിങ്ങളെ കയ്യിൽ പണം വരുന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് വന്നിട്ടില്ലെങ്കിൽ, ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ക്ലാസ്സിലും തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈവിലാവട്ടെ അല്ലെങ്കിൽ റെക്കോർഡാവട്ടെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കാര്യം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചില ആൾക്കാർ ഈ ടെക്നിക്സ് കാര്യങ്ങളെല്ലാം കുടുങ്ങി കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവൻ ഞാൻ ടെക്നിക്സിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഇനീഷ്യൽ ടൈമിൽ ഞാൻ കുറച്ച് ടെക്നിക്കുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് കുറച്ച് സ്വിച്ച് വേർഡോ അല്ലെങ്കിൽ കുറച്ച് അഫർമേഷനോ എല്ലാം തന്നെ യൂസ് ചെയ്യാൻ പണം വരുന്നുള്ളതാണ്. അന്നേരം അതെല്ലാം തന്നെ ഞാൻ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ മതി, പണത്തിൻ്റെ എന്ത് കാര്യം പറയുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സ്വിച്ച് വേർഡോ ഏതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് പണക്കാരനാകുകയാണെങ്കിൽ ഞാൻ ഇത് മാത്രം യൂസ് ചെയ്താൽ പോരെ? ഈ ഒരു സ്വിച്ച് വേർഡോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഞാനൊരു പണക്കാരനായാൽ പോലെ? അന്നേരം അതൊന്നുമല്ല. പണം എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇപ്പം ഇനീഷ്യൽ ടൈമിലുള്ള ട്രെയിനേഴ്സ്, ഇപ്പം ഞാനാവട്ടെ അല്ലെങ്കിൽ മറ്റ് ട്രെയിനേഴ്സ് ആവട്ടെ, അവരെല്ലാം തന്നെ എന്നോട് തന്നെ ചോദിക്കുന്നത്, ഇപ്പം നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, എന്തെങ്കിലും ഒരു ടെക്നിക്കോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് റീച്ച് ഉണ്ടാവും വീഡിയോന്, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ലോജിക്കലായി ചിന്തിച്ചിട്ടുള്ള വീഡിയോസിന് റീച്ച് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്, കാരണം ടെക്നിക്സ് എപ്പോഴും തന്നെ നമുക്കൊരു ഊന്നുവടി പോലെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഈ ടെക്നിക്ക് കൊണ്ട് ഗുണമില്ലെന്ന് വെച്ചാൽ ഗുണമുണ്ട്, 100% ഗുണമുണ്ട്. അത് എൻ്റെ ലൈഫിൽ തന്നെ പല ടെക്നിക്കുകളും, ഇപ്പം യൂട്യൂബ് ചാനലിൽ തന്നെ പറഞ്ഞ പല ടെക്നിക്കുകളും എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റൂട്ട് കോഴ്സ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നു, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയാലും നമ്മളെ മൈൻഡ് സെറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, പണം എന്ന് പറയുന്നത് ജലത്തെ പോലെ ഒഴുകാൻ സാധിക്കുമെന്ന് ഞാനും ഇതേപോലെ തന്നെ പല ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന സമയത്ത് പല ട്രെയിനേഴ്സും മെൻറ്റേഴ്സും പറയുന്ന കാര്യം തന്നെയാണ്. പണം എന്ന് പറയുന്ന ഒരു ഫ്ലോ ആണ്, അങ്ങനത്തെ ഇതാണെന്നെല്ലാം പറയുന്ന സമയത്ത് ഞാൻ അന്നേരം വിശ്വസിച്ചില്ല. പക്ഷേ പണത്തെക്കുറിച്ചും പണം എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ലൈഫിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാലും അതൊരു ഫ്ലോ ആണ്. ഇപ്പം തന്നെ ഞാൻ പറയാറുണ്ട്, അതായത് ഇത്ര ലക്ഷം രൂപ എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്, അതിൽ ഏകദേശം 6 പാർട്ട്നേഴ്സ് ഉണ്ട്. ചിലപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിരുന്ന വീഡിയോസ് എല്ലാം തന്നെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നിട്ടുള്ള വീഡിയോസാണ്. അതിൽ ഇന്നത്തെ വീഡിയോ തന്നെ പണം എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അന്നേരം ഈ ഒരു ഊർജ്ജമാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മളത് വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം വരില്ല.
അതായത് ഞാൻ ഇനീഷ്യൽ ടൈമിൽ ഓരോ ക്ലാസ്സുകൾ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്കല്ല ചെയ്യേണ്ടത്. കാരണം ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യണം. പണം സമ്പാദിക്കണമെങ്കിൽ ഇപ്പം നിങ്ങളെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും അതിൽ, അതായത് രാവിലെ മുതൽ അച്ഛൻ നിങ്ങളോട് ചിലപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന തുകയാണിത്, ഞാൻ അത്രയും വിയർപ്പൊഴുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചിന്ത നമ്മളെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സിൻസിയറായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണത്തെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവം നൽകിയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ് പണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അത് ഞാനെപ്പോഴും പണത്തെ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സൗണ്ട് കുറയുന്നുണ്ടോ ഇടക്ക്? സൗണ്ട് കുറയുന്നുണ്ടോ? ഒരാൾ പറഞ്ഞു സൗണ്ട് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, ഇടയ്ക്ക് സ്റ്റക്ക് ആകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ നെറ്റ്വർക്ക് ഒന്ന് മാറ്റണം. ഓക്കെ, അന്നേരം ഞാനിവിടെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പണത്തിന്റെ, ഞാൻ എല്ല് മുറി പണിയെടുത്ത് കഴിഞ്ഞാൽ പല്ല് മുറിയുന്ന ഇത് കേട്ടിട്ട് ഈ ഒരു കാര്യം കേട്ടിട്ട് ഞാനത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു സേഫ്റ്റി ഓഫീസറായിട്ട്. ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, QA/QC പഠിച്ചു. അതോടൊപ്പം തന്നെ HVAC ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്തു. പിന്നെ നെബോഷ് സേഫ്റ്റിയുടെ നെബോഷ് എന്ന് പറഞ്ഞ കുറേ കോഴ്സുകൾ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം കുറേ കോഴ്സുകൾ ചെയ്തു. പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ജോലി സ്ഥലത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓവർ ടൈം എടുക്കും. ഓവർ ടൈം എന്ന് വെച്ചാൽ OT എന്ന് പറയും. ഓവർ ടൈം എടുത്തിട്ട് നമ്മൾ ഇപ്പം 8 മണിക്കൂർ ജോലി ആയിരിക്കും, 12 മണിക്കൂർ. ഞാൻ എപ്പോഴും ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും OT എന്ന് പറയുന്ന കാര്യം ഞാൻ എപ്പോഴും എടുക്കും. അതെന്തിനാണ്? പണം കൂടുതൽ വരണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അധ്വാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ പണം പെരുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അങ്ങനെ ഇതേപോലെ തന്നെ OT എടുത്തു, ഓവർ ടൈം എടുത്തു, കാര്യങ്ങൾ എടുത്തു, പണം വരുന്നുണ്ട്. പക്ഷെ നമ്മളെ ആവശ്യത്തിനുള്ള പണം തന്നെയാണ് നമുക്ക് വരുന്നത്, അല്ലാതെ ആവശ്യത്തിൽ കൂടുതലുള്ള പണം ഒരിക്കൽ തന്നെ വരുന്നില്ല. ആ സമയത്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളിൽ മനസ്സിലാക്കിയത്. അതായത് ഞാൻ മനസ്സിലാക്കി, ഓക്കെ, പണം എന്ന് പറഞ്ഞ ഒരു ഊർജ്ജമാണെങ്കിൽ ഈ ഒരു ഊർജ്ജത്തെ എങ്ങനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ റിസീവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അന്നേരം നമ്മളെ കുട്ടിക്കാലത്ത് എപ്പോഴും ഏതൊരു കാര്യത്തിൻ്റെ റൂട്ട് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പം കൺസൾട്ടേഷൻ ആവട്ടെ, ഏത് കാര്യം, ഇപ്പം പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്ത ആൾക്കാർ ഇതിലുണ്ടോ എന്ന് അറിയില്ല. ഈ പേഴ്സണൽ കൺസൾട്ടേഷൻ ഇപ്പം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോവുകയാണ്, അവരും തന്നെ നമ്മളെ കുട്ടിക്കാലത്തേക്കാണ് പോവുക. കുട്ടിക്കാലത്തിലെ കാര്യങ്ങളും എന്തൊക്കെയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ റിലേഷൻഷിപ്പിൻ്റെ, അത് പണത്തിൻ്റെതാകട്ടെ എന്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന കാര്യമാണ്. അന്നേരം എൻ്റെ കുട്ടിക്കാലത്ത് ഇതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് ഹീലേഴ്സ് അതേപോലുള്ള പല ആൾക്കാരായിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഹീലിംഗ് എടുത്തിട്ടുണ്ട്, കൺസൾട്ടേഷൻ എടുത്തിട്ടുണ്ട്. അന്നേരം അവരെല്ലാം തന്നെ കുട്ടിക്കാലത്തെ കുറച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും, കുട്ടിക്കാലത്ത് പണം എന്ന് പറഞ്ഞ് ഇപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും അച്ഛൻ പെട്ടെന്ന് പണം തരില്ല. ഇപ്പം ഫുഡ് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു, ഇപ്പം സൈക്കിൾ പറഞ്ഞു, അടുത്ത വർഷം വാങ്ങാം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷം വാങ്ങാം. അതായത് നമ്മൾ ആഗ്രഹം പറയുന്ന സമയത്ത് ഒന്നും തന്നെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തരില്ല, അല്ലെങ്കിൽ അത് കുറേ ടൈം എടുത്തിട്ടാണ്. ഇപ്പോൾ ഒരു മാസം ഒന്നുമില്ല, കുറേ കഴിയും. അതോടൊപ്പം തന്നെ ഒരു എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഇപ്പം കുട്ടിക്കാലത്തുള്ള ലൈഫിലെല്ലാം തന്നെ ഒരു ഫാമിലിയായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയിരുന്നില്ല. ടൈം കിട്ടിയിരുന്ന തിരക്കുകൊണ്ടല്ല, അച്ഛൻ അതൊന്നും താല്പര്യമില്ലായിരുന്നു. അന്നേരം ഈ രീതിയിലാണ് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണത്തെ അട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒരു പണത്തെ ഞാൻ വീണ്ടും പറയുന്ന പോയിന്റിലേക്ക് വരികയാണ്, ഫോർഗിവ്നെസ് എന്ന് പറയുന്ന കാര്യം അല്ലേ. ഈ ഒരു ഫോർഗിവ്നെസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പണത്തോട് നമ്മൾ നൽകണം, അല്ലെങ്കിൽ പണത്തോട് നമ്മൾ ചോദിക്കണം. ഇപ്പം ഹോപ്പ് നോ ടെക്നിക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ 4 വേർഡ്സാണ് പറയുന്നത് അല്ലേ. ഐ എം സോറി. അതായത് നമ്മൾ ഈ പണത്തോട്, ഇപ്പം പലർക്കും റിസൾട്ട് കിട്ടി, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഈ ഒരു ഹോപ്പ് നോ ടെക്നിക്ക് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം സോറി ആരോടാണ് പറയുന്നത്, ഈ ഒരു പണത്തോടാണ് പറയുന്നത് അല്ലേ. ഈ ഒരു പണത്തോട് നമ്മൾ ഫോർഗിവ്നെസ് ചോദിക്കുക. അതോടൊപ്പം തന്നെ പ്ലീസ് ഫോർഗിവ്, ദയവായി എന്നോട് ക്ഷമിച്ചാലും. അതായത് നമ്മൾ പണത്തെ, ഇപ്പം പണം ഒരു തെറ്റുകാരനാണ് അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണ് എന്ന രീതിയിൽ നമ്മൾ ഈ പണത്തെ, ഇതിനേക്കാൾ ഉപരിയായിട്ട് പണക്കാരെ നമ്മൾ എത്രത്തോളം നമ്മൾ കുറ്റം പറയുന്നത് അത്രത്തോളം ബ്ലോക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ചില ആൾക്കാർ പറയും,
അതായത് അങ്ങനെ അവൻ അല്ലെങ്കിൽ അവള് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്, ഇന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. ആ രീതിയിലുള്ള എനിക്ക് ഉണ്ടായ ഒരു കാര്യമാണ്. കോളേജ് ടൈമിലെല്ലാം തന്നെ പണക്കാരെ കാണുന്ന സമയത്ത് അയാളെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളക്കടത്തിലൂടെ ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയതാണ്. ഇതേപോലെ നിങ്ങളെ മൈൻഡ് സെറ്റിൽ ഇപ്പം നിങ്ങളൊരു പണക്കാരനെ കാണുകയാണ്, നല്ലൊരു വാഹനം പോകുന്ന കാണുകയാണ്, അല്ലെങ്കിൽ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ പണക്കാരനായി, അന്നേരം നമ്മളെ മനസ്സിലെന്താണ്, ഓ അവൻ പണക്കാരനായല്ലോ, അവൻ പണക്കാരനായല്ലോ എന്നുള്ള ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സമ്പന്നനാകാൻ പറ്റില്ല. അതാണ് ഈ മൈൻഡ് സെറ്റ്. ഇപ്പം ഞാനെപ്പോഴും ഞാൻ ആദ്യ സമയത്ത് ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സുകളിലും മറ്റ് ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന സമയത്ത് പലരും ഇത് പറയുന്ന സമയത്ത് ഇതെല്ലാം ഫേക്കാണ് അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടത്തരാണ് ചിന്തിച്ചൊരു കാര്യമാണ്. കാരണം എന്താണ്, എൻ്റെ മനസ്സിലെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് കഠിനമായി അധ്വാനിക്കണം, എന്നാൽ മാത്രമാണ് പണക്കാരനാകാൻ പറ്റൂ. അല്ലാതെ ഇതേപോലെയുള്ള മൈൻഡ് സെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പണം വരില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത്. അങ്ങനെ അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗുജറാത്തിൽ കുറേ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒന്നും തന്നെ നമുക്ക് ഒരിക്കലും തന്നെ ഒരു പണത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തുക്കൾ, ഇപ്പം നല്ല ഡ്രസ്സായാലും ഒന്നും തന്നെ മീൻസ് ഡ്രസ്സ് വാങ്ങാൻ പറ്റുന്നത്, പക്ഷേ ഒരു ക്വാളിറ്റിയുള്ള ഡ്രസ്സ് കാര്യങ്ങൾ. കാരണം എന്താണ്, നമുക്ക് ഭയമാണ്. അതായത് പണം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ കൂടുതൽ പണം ഇതിനെല്ലാം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നാളെ ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിൽ ജനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പേടിക്കുന്ന വ്യക്തികൾ ഇതിൻ്റെ അകത്തുണ്ടാവും. നാളെ എന്ത് പറ്റുന്നുള്ള, നാളെ ഈ പൈസ എല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളത്, അങ്ങനെ പേടിക്കുന്ന വ്യക്തികളുണ്ടോ? പേടിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ തീർച്ചയായും സത്യസന്ധമായിട്ട് കമന്റ് ചെയ്തോളൂ കേട്ടോ. യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർ യൂട്യൂബിൽ കമന്റ് ചെയ്യാം. അതിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ എത്ര പേർക്ക് അക്കൗണ്ട്, ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുള്ള വ്യക്തികൾ എത്ര ഉണ്ട്? ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുള്ള വ്യക്തികൾ യെസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. ജസ്റ്റ് യൂട്യൂബിലാണ് യെസ് എന്ന് പറയാം, ഇല്ല നോ. അത് ജസ്റ്റ് മണി മാനേജ്മെന്റിന്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓൺലി വൺ അക്കൗണ്ട്, വൈ യെസ് എന്ന് തോന്നുന്നു. ഓക്കെ, യെസ് യെസ് യെസ്. അതായത് ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടിലുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക യെസ് എന്ന്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് നോ എന്ന് പറഞ്ഞ് കാണിക്കുക. അതായത് ഞാനിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏകദേശം ഒരു 5 അക്കൗണ്ട്സ് ഉണ്ട്. 5 അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അന്നേരം നിങ്ങൾ ഈ പണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പണത്തിൻ്റെ കാര്യം ജസ്റ്റ് പറയണം. ഇപ്പം വെൽത്ത് മാസ്റ്റർ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും മണി മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം എല്ലാം ഒറ്റ സോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിലേക്ക് വെക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, 2 അക്കൗണ്ട് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാം തന്നെ പല ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഇങ്ങനെ SBIയിൽ ഉണ്ടാവും, ആക്സിസ് ബാങ്കിലുണ്ടാവും, ഫെഡിലുണ്ടാവും, ICICIയിൽ ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു മെയിൻ അക്കൗണ്ട് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ പറയാൻ പോകുന്നത് ഇങ്ങനെ മണി മാനിഫെസ്റ്റേഷൻ മാത്രമല്ല, മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പണത്തെ സേവ് ചെയ്ത് അതിനെ എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണമല്ല. അന്നേരം 2 ബാങ്ക് അക്കൗണ്ട്, എല്ലാവരും തന്നെ നോ എന്ന് പറഞ്ഞ ആൾക്കാർ 2 ബാങ്ക് അക്കൗണ്ട് എടുക്കുക. എന്തിനാണ് 2 ബാങ്ക് അക്കൗണ്ട്? ഒന്നിൽ നിങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ മെയിൻ സോഴ്സ് ഓഫ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര ലക്ഷം രൂപ നമ്പർ ഓഫ് എമൗണ്ട് ഉള്ളതുകൊണ്ടാണ് എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനെല്ലാം നഷ്ടപ്പെടുക. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുക, ഏതെങ്കിലും വിധത്തിൽ പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആയിട്ട് പോവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്താണ് കോൺഫിഡൻസ്? അതായത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വാട്സപ്പിലാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ചില സമയത്ത് വാട്സപ്പ് ബാനായി പോകും. ഈ ആദ്യത്തെ ടൈമിലെല്ലാം തന്നെ ബാൻ കിട്ടുന്ന സമയത്ത് അയ്യോ എൻ്റെ എല്ലാം പോയി, ഇത്രയും വർഷം, അതായത് ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും കാണാൻ പക്ഷേ അങ്ങനത്തെ ചിന്തയെല്ലാം വരുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ ടൈമിൽ തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചു, അതായത് നമ്മൾ ലൈഫിൽ നമുക്കൊരു കോൺഫിഡൻസ് വരണമെങ്കിൽ, കോൺഫിഡൻസ് പലർക്കും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം നിങ്ങളെ സ്കില്ലിൽ, നിങ്ങളെ കഴിവിൽ അഭിമാനിക്കുന്നുണ്ടോ? അതായത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇപ്പം ഇതിൽ എത്ര പേരുണ്ട്? സാബിറ, ഗീജി, മാരി, അങ്ങനത്തെ കുറേ പേരുണ്ട് അല്ലേ? അന്നേരം നിങ്ങൾ ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സംതിങ് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ.
അല്ലേ? അന്നേരം ഈ കഴിവിലാണ്, അതായത് പണം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ തന്നെ പറയാം, ഞാൻ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ എന്ത് സംസാരിക്കുന്ന സമയത്തും ഓപ്പൺ ആയിട്ട് സത്യസന്ധമായിട്ടാണ് പറയാൻ ശ്രമിക്കാറ്. അത്തരം എൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകമാണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക. വേറെ സോഴ്സുകളുണ്ട്, റെൻറ്റഡ് പ്രോപ്പർട്ടീസ് കാര്യങ്ങളുണ്ട്. എന്നാലും നിങ്ങൾ എന്നെ കരുതുന്നത് എങ്ങനെയാണ്? ഓക്കെ, അനിവിന്ദ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അതേ ഈ കോഴ്സിലേക്ക് ആൾക്കാർ എത്തുന്നത് എന്താണ്? നമ്മളെ സ്കിൽസാണ് അല്ലേ, സ്കിൽസ്. അന്നേരം നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ സ്കില്ലുകൾ എന്താണെന്നുള്ളതാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ട്രെയിനേഴ്സ് പലരും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് പറയുന്നത്. ഞാൻ ഇതിൽ ടെക്നിക്ക് പറഞ്ഞുതരാം, പക്ഷെ കുറച്ച് ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കണ്ടേ. അനിവിന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങളിപ്പം ഏകദേശം 100 മെമ്പേഴ്സിനാണ് നമ്മൾ അവസരം കൊടുത്തത്, കൂടുതൽ മെമ്പേഴ്സിന് കൊടുത്തില്ല, ഇപ്പം തന്നെ 100 മെമ്പേഴ്സായി. അതായത് നിങ്ങളുടെ സ്കില്ല് എന്താണ്? ഈ സ്കില്ലാണ് നിങ്ങളെ പണമാക്കി മാറ്റുന്നത്. അതെങ്ങനെയാണെന്നുള്ള ഞാൻ അടുത്ത ലൈവിൽ പറഞ്ഞു തരുന്നതാണ്. അതിലും നിങ്ങളുടെ സ്കില്ലിനെ എപ്പോഴും നിങ്ങൾ അഭിമാനത്തോടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആത്മാഭിമാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം, ഇപ്പം പണം എന്ന് പറയുന്നത് ഡിവൈൻ എനർജിയാണെന്ന് പറഞ്ഞിട്ടില്ലേ, അതിനോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ട്. രണ്ടാമത്തെ പോയിന്റ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഈ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് പണത്തെ റെസ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഉപരിയായിട്ട് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം. ഈ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നാണ് സെൽഫ് റെസ്പെക്റ്റ് വരുന്നത്. അല്ലാതെ സെൽഫ് റെസ്പെക്റ്റ് ഫസ്റ്റ് തന്നെ ഉണ്ടാവില്ല. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും സെൽഫ് റെസ്പെക്റ്റ് ഒന്നുമില്ല. ഞാൻ തന്നെ ഈ ഒരു ക്ലാസ് ഇപ്പോൾ പലരുടെ ഹീലിംഗ്, ഇപ്പം പലരും ഇതിൽ പറയുകയാണെങ്കിൽ സുജാർ മോഹൻ, അതോടൊപ്പം തന്നെ ആശാ ജി കുമാർ, ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു നമ്മളെ ക്ലാസ്സിൽ. അതിലെല്ലാം തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സെൽഫ് ലവ് ആണ്. അന്നേരം ഈ ഒരു പണം എങ്ങനെയാണ്, അത് വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് സെൽഫ് റെസ്പെക്റ്റ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളോട് അഭിമാനമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് ഒരു അഭിമാന ബോധം ഇല്ലെങ്കിൽ, എനിക്ക് എൻ്റെ കൂടെ ഒരു അഭിമാന ബോധം ഇല്ലായിരുന്നു സത്യം പറയുകയാണ്. കാരണം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് നമ്മളോടൊരു കോൺഫിഡൻസ് തോന്നില്ല. കാരണം ഞാൻ പഠിച്ചത് തെറ്റാണോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചു, അതിനുശേഷം വേറെ മേഖലയിലേക്ക് കടക്കുന്നു. അന്നേരം ഓരോ മേഖല, ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, അതിനുശേഷം വേറെ HVC എന്ന് പറഞ്ഞ മേഖല എടുത്തു. അന്നേരം നമ്മളെ മനസ്സിൽ ചിന്ത വരികയാണ്, അതായത് ഞാൻ എടുത്ത മേഖല ശരിയാണ്. നമുക്കൊരു കോൺഫിഡൻസ് വരുന്നില്ല, നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് വരുന്നില്ല. അന്നേരം ഈ റെസ്പെക്റ്റ് വരാത്തിടത്തോളം കാലം നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് സ്വയം കോൺഫിഡൻസും റെസ്പെക്റ്റും വന്നില്ലെങ്കിൽ, ഇതിൽ എത്ര പേരുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്ന കാര്യം? എത്ര പേരുണ്ട്? യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക, ട്രൂ ആയിട്ട് പറയുക. യെസ്, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്നുണ്ടോ? നിങ്ങളെ തന്നെ നശിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? യെസ്, ഇങ്ങനെ ആത്മാഭിമാനം, ഇങ്ങനെ സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് യെസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നോ എന്ന് സത്യസന്ധമായിട്ട് രീതിയിൽ പറഞ്ഞാൽ മതി. യെസ് എന്ന് പറയാം. ഓക്കെ, യെസ് നോ എന്ത് തന്നെ ആവട്ടെ, യെസ് ഉണ്ട്, യെസ് നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ് ഓക്കെ. അതിനും ഇതിൽ ജസ്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. അടുത്ത ചോദ്യമാണ് ഞാൻ വരാൻ പോകുന്നത്. ഇതിൽ യെസ് എന്ന് പറയുന്ന ആൾക്കാർ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക. ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ? യെസ്, അതെ. ഇതിൽ നമ്മൾ പണത്തിൻ്റെ, ഇപ്പം തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്തും ഓരോ മേഖലകളിൽ കൺസ്ട്രക്ഷൻ, ഡിസൈനിങ്, പ്രൊഡക്ഷൻ എല്ലാം വർക്ക് ചെയ്യുന്ന സമയത്തും എനിക്ക് എന്നോട് റെസ്പെക്റ്റ് തോന്നിയില്ല. എനിക്ക് ഇത് മീൻസ് നമുക്ക് ഈ ജോലിയിൽ നമ്മളോട് നമ്മളിപ്പം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് തിരിഞ്ഞു നോക്കുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുക. ഇന്നത്തെ ദിവസം ഞാൻ കൃത്യമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് മേഖല തിരഞ്ഞെടുക്കുന്നു. അതായത് പണം വരണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതായത് നമ്മളെ സ്കില്ല് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കില്ല് ഇപ്പോൾ പലരും ഇപ്പം പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് സ്കില്ല് എന്ന് പറയുന്ന സമയത്ത് എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ പറയും. ഞാൻ ഇന്ന പഠിച്ചു, ഇതാണ് എൻ്റെ ഇങ്ങനെ സ്കില്ലെന്ന് പറയും. സ്കില്ലും ക്വാളിഫിക്കേഷൻ തമ്മിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളെ എഡ്യൂക്കേഷൻ മേക്ക് യു ലിവിങ്, അതായത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള അന്നത്തിനുള്ള വക നൽകുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? മിക്ക ഒരു 95% ആൾക്കാരുടെ ലൈഫിലും സെൽഫ് എഡ്യൂക്കേഷൻ മേക്ക് യു ഫോർച്യൂൺ. അതായത് നിങ്ങൾ സമ്പന്നതയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എഡ്യൂക്കേഷൻ ആണ്. എന്താണ് സെൽഫ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അത് എന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം, കാരണം അത് പെട്ടെന്ന് ക്ലിക്ക് കാണുന്നില്ല. അത് നമ്മളെ വിദ്യാഭ്യാസത്തിന് നമ്മളെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വളരെ പ്രശ്നങ്ങളുണ്ട്. അത് ആ, പറയാനില്ല. എന്നാലും നിങ്ങൾ ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഈ ഒരു ഇന്ത്യൻ മീൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ പലരുടെ ഒരു 90% ആൾക്കാരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അല്ലെങ്കിൽ ലൈഫും തകർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഞാൻ JCയിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അംഗമായിരുന്നു. അന്നേരം അതിൽ കുട്ടികളുടെ ഒരു ഇത് ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നു. നമ്മളെ നാട്ടിലുള്ള JC തന്നെയായിരുന്നു ഒരു കുട്ടികളുടെ ട്രെയിനിങ് കണ്ടെത്തിയത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തത്. അന്നേരം അതിൽ ഇങ്ങനെ രക്ഷിതാക്കളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും. നമ്മളാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അന്നേരം ഒരച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പഠിക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ കളിയാണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. അന്നേരം ഞാൻ അത്ഭുതപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4-5 വയസ്സുള്ള കുട്ടികൾ കളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവർക്ക് കളിക്കാൻ സാധിക്കുക? അതായത് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളെപ്പോഴും അക്കാദമിക്സ് അതിൽ നമ്മളെന്താണ് അനലിറ്റിക്കൽ ലോജിക്കൽ ഇൻ്റലിജൻസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളെ സ്കില്ലിനെ പരിപോഷിക്കാതെ അല്ലെങ്കിൽ സ്കില്ലിനെ എൻറിച്ച് ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെയോ, അതായത് ഇപ്പം തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഹാപ്പിനെസ് കിട്ടാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ അതിന് വിടണം എന്നാണ് ഞാൻ പറയുക. നിങ്ങൾ ജോലി ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആവട്ടെ, എന്തും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് അൾട്ടിമേറ്റായി നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. ഈ ഹാപ്പിനെസ് നിന്നാണ് പണം വരികയുള്ളൂ. ഇപ്പോൾ ഞാൻ വീണ്ടും പറയാം, എൻ്റെ സ്റ്റോറി തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും, അതായത് ഓവർ ടൈം എടുത്തു, ഫുഡ് കഴിക്കുന്നില്ല, ഫുഡ് പോലും ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഏറ്റവും നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും ലോ കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഓരോരോ ഫുഡ് വളരെ വില കുറച്ചുള്ള ഫുഡ് കഴിക്കും. അത് ഹെൽത്തി ആയിരിക്കില്ല, കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. എന്നാലും നമ്മൾ പണത്തെ സേവ് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അങ്ങനെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റ് ഇല്ല. നമ്മുടെ ശരീരത്തിന് എന്ത് വേണം, എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ, അതായത് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ, ഇതിലെ ഓരോ പോയിന്റ്സും ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത കാര്യമാണ്. അന്നേരം ഞാനിവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൽഫ് റെസ്പെക്റ്റ്, അതാണ് ഞാൻ ആ പോയിന്റിലേക്ക് വരികയാണ്. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് നിങ്ങളെ ഇപ്പം ഇൻസൾട്ട് ചെയ്യപ്പെട്ടു, എന്നിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ പ്രതികരിക്കാതെ എല്ലാം കേട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പുച്ഛം തോന്നും അല്ലേ? ഇപ്പം പല സ്ത്രീകളും ഇങ്ങനെ വീട്ടിൽ നിന്ന് പങ്കാളിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാം തന്നെ സഹനശക്തിയോടെ കേൾക്കുകയല്ല വേണ്ടത്, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് ചില കൺസൾട്ടേഷൻ സമയത്ത് ഫിസിക്കൽ അബ്യൂസ് നടക്കും. അന്നേരം ഞാൻ ചോദിക്കുകയെന്ന് വെച്ചാൽ, ഫിസിക്കൽ അബ്യൂസ് നടന്നിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കുക, കാര്യങ്ങളും ചെയ്യണം. ഫിസിക്കൽ അബ്യൂസ് ചെറിയൊരു പ്രശ്നമോ കാര്യങ്ങളാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വലിയ രീതിയിൽ, അതായത് റോഡെല്ലാം വെച്ചിട്ട് തലയെല്ലാം അടിച്ചിട്ട് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്, എന്നാലും അവർ സഹിക്കാൻ. ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം എന്താണ്? നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഈവൻ മാനിഫെസ്റ്റേഷൻ്റെ കാര്യത്തിലാവട്ടെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അതുവരെ എനിക്ക്, അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താവട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്താവട്ടെ, ഞാൻ എപ്പോഴും എന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല. ഞാൻ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാണ് ആഗ്രഹിച്ചത്. മറ്റുള്ളവരെന്നെ റെസ്പെക്റ്റ് ചെയ്യണം. അതായത് ഇപ്പം എൻ്റെ ജോലി ചെയ്യുന്ന കൊളീഗ്സ് എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, എന്നെ സ്നേഹിക്കണം എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു എനിക്കുണ്ടായത്. അതെന്ത് സംഭവിക്കും? നമ്മളെ എനർജി ലെവല്, നമ്മളെ മാനിഫെസ്റ്റേഷന് എനർജി ലെവല് വേണമെങ്കിൽ നമ്മൾക്കൊരു ഉള്ളിൽ നിന്നൊരു എനർജി തോന്നണ്ടേ? അല്ലാതെ ചുമ്മാ ഏതെങ്കിലും ടെക്നിക്കോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഊർജ്ജം തോന്നിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മളൊരു വാല്യൂബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. നമ്മളെ കഴിവുകൾ എന്താണെന്ന് സ്വയം ബോധ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് പോയി, എൻ്റെ സപ്പോസ് നെഗറ്റീവ് അറിയില്ല, എന്ത് തന്നെ തകർന്നു കഴിഞ്ഞാലും എനിക്ക് എൻ്റെതായിട്ടുള്ള സ്കില്ലുണ്ട്. ഞാൻ ആർജിച്ചെടുത്ത സ്കില്ലും ഞാൻ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഇപ്പം പല ട്രെയിനേഴ്സും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അനുവിധ എങ്ങനെയാണ് ഇവർക്കെല്ലാം ഇത്ര റിസൾട്ട് കിട്ടുന്നത്? കാരണം ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയധികം ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ട് അതിലൊരു 10% പോലും സക്സസ് സ്റ്റോറീസ് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടില്ല. അതിൻ്റെ കുറവാണ്. അത് റിലേഷൻഷിപ്പിലാവട്ടെ അല്ലെങ്കിൽ പണത്തിൻ്റെതാവട്ടെ, ജോബാവട്ടെ, ഗവൺമെൻറ് ജോബിൻ്റെ കുറേ സ്റ്റോറീസ്, അതിൽ കുറച്ച് സ്റ്റോറീസാണ് നമ്മൾ ഇട്ടത്. ഇനിയും സ്റ്റോറീസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുറേ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അത് വീട്, കാറ്, നല്ല പങ്കാളി. ഇന്ന് തന്നെ ഒരു പുള്ളിക്കാരി സോൾമേറ്റ് അട്രാക്ഷൻ്റെ വോയിസ് അയച്ചിട്ടുണ്ട്. അവർ റിലേഷൻ മാസ്റ്ററി അറ്റൻഡ് ചെയ്ത്. അന്നേരം
അതെല്ലാം തന്നെ ഞാൻ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മീൻസ് സ്റ്റോറീസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് എല്ലാ സ്റ്റോറീസും ഡെയിലി ഓരോ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും സ്റ്റോറീസ് നമ്മൾ പെൻഡിങ് കിടക്കുകയാണ്. അതെന്തുകൊണ്ട്? അത് വീണ്ടും പറയാണ് എന്തുകൊണ്ടാണ്? അത് നമ്മളെ കോൺഫിഡൻസ് ആണ്. ഇത് ഞാൻ എന്നെ സ്വയം പൊക്കി പറയല. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തല്ല തന്നെ കൃത്യമായ രീതിയിൽ, അതായത് ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ പലരും പറയാണ്ട് എനിക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിലെന്താണ് നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല. അന്നേരം ആ ഒരു സെയിൽസ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് അല്ലേ, ആ സ്കില്ലിനെ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. ദ ബെസ്റ്റ് സെയിൽസ്മാൻ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറേ ബുക്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, ഓഡിയോ ബുക്സ് ഉണ്ട്, എല്ലാം തന്നെ വായിക്കുക. നമ്മൾ എത്രത്തോളം ഇപ്പം തന്നെ ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്, മറ്റ് കോഴ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്താണ്? എൻ്റെ സ്കില്ലിനെ ഞാൻ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു 3 വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതെന്താണ്? അത് എൻ്റെ സ്കില്ലിന്, അതായത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിൽ എത്രത്തോളം കഴിവ് എനിക്കുണ്ടെന്നുള്ള നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്കില്ലിനെ നമ്മളെപ്പോഴും ഷാർപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ സെയിൽസ് ആവട്ടെ എന്ത് തന്നെ ആവട്ടെ, ആ ഒരു സ്കില്ലിനെ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു അപ്ഗ്രഡേഷനിൽ മാത്രമേ നമുക്ക് പണത്തെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം തന്നെ ജസ്റ്റ് പറയാണ് ട്രെയിനേഴ്സ്, ഞാനൊരു ട്രെയിനർ എന്ന രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറേ ബിസിനസ് ഉണ്ട്. അതായത് ഈ ട്രെയിനിങ്ങിലെ ട്രെയിനേഴ്സ് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? അവർ ട്രെയിനിങ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടാണ്. ആ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നുള്ള മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്താണല്ലോ. ഹൗ മച്ച് ടൈം വി ക്യാൻ, ഓക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്തും നമ്മളെ ഒരു സ്കില്ലും കാര്യങ്ങളിലും വിശ്വസിക്കുന്ന സമയത്താണ് നമ്മളെ കോഴ്സിലേക്കും എല്ലാം ആൾക്കാർ വരിക. അതായത് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം കോൺഫിഡൻസ് നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണത്തെ എപ്പോഴും നമ്മൾ പണം എന്ന് പറയുന്ന കാര്യം എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പം പണ്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഷെൽഫിലും കാര്യങ്ങളിലെല്ലാം തന്നെ പണം ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുക. അതായത് പണം എന്ത് ചെയ്യും, ഷെൽഫിൽ 1 രൂപ 2 രൂപ എല്ലാം തന്നെ എടുക്കും. ഇപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു ബൗളിലോ അല്ലെങ്കിൽ അലമാരയിലോ അല്ലെങ്കിൽ പേഴ്സിൽ തന്നെ, പേഴ്സ് താഴെയാണ്, ഓക്കെ, പേഴ്സിൽ തന്നെ ഞാൻ എപ്പോഴും അടുക്കിയിട്ടാണ് വെക്കുക. പണം എന്ത് ചെയ്യും നമ്മൾ അതായത് നമ്മൾ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മാജിക് വാളറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് വാളറ്റ് നോക്കുകയെന്ന് മനസ്സിലാവും. വാളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സിൽ പണം എങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നത്. അതായത് പണത്തെ എന്ത് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പണത്തെ വെക്കുന്ന സമയത്ത് ചുരുട്ടി കൂട്ടി ഇങ്ങനെ വെക്കും പണത്തെ. അതായത് കോയിൻസ് എവിടെയെങ്കിലും വെക്കും, എല്ലാം തന്നെ വെക്കും. ഇപ്പം ഞാൻ ബാഗിൽ തന്നെ വെക്കുകയാണെങ്കിൽ അതിനൊരു ചെറിയൊരു ഒരു കള്ളിയുണ്ട് ബാഗിൽ, ചെറിയൊരു കള്ളി. അതിൽ നമ്മൾ എന്ത് ചെയ്യും, കോയിൻസ് വെക്കും. കോയിൻസ് അല്ലെങ്കിൽ അവിടെയും ഇവിടെയായിട്ട് വെക്കും. കാരണം അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യില്ലല്ലോ. അതേപോലെ തന്നെയാണ് പണം എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം പണത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു അത്രത്തോളം പണം നമ്മളിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ പണത്തെ, അതായത് ഇപ്പം ഉദാഹരണത്തിന് പണം നിങ്ങൾ പേഴ്സിലേക്ക് വെക്കുന്ന സമയത്തും അത് അടുക്കും ചിട്ടിയോടെ വെക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നാൽ മാത്രമേ പണം എന്ന് പറയുന്ന കാര്യം നമ്മളെ ലൈഫിൽ എപ്പോഴും നിൽക്കുകയുള്ളൂ. ഈ പറഞ്ഞ പോയിന്റ്സ് ആണ് ഞാനിവിടെ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. നോ സർ, ഓക്കെ. ഇനി നമ്മളിപ്പം പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇനി ടെക്നിക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ഇതുവരെ ഇപ്പം 28 ഡേയ്സ് പ്രാക്ടീസ് അതായത് ഓരോ ലെവലും കഴിഞ്ഞു പോവുകയാണ്. ഓരോ ലെവലിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്ത കാര്യങ്ങളും അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സുമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഏറ്റവും ചില ആൾക്കാർ ഫ്രീ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീ ക്ലാസ് പങ്കെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പലരും സംശയം ചോദിച്ചിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ക്ലാസ്സിൽ മെഡിറ്റേഷനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ നൽകുന്ന
മെഡിറ്റേഷൻസ് അത് റെക്കോർഡാണ്. ഇപ്പം 3 മെഡിറ്റേഷൻസ്, യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, അബൻഡൻസ് മെഡിറ്റേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ 3 മെഡിറ്റേഷൻസ് നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്ന മെഡിറ്റേഷനാണ്. അത് ബൈനോറിയൽ പ്ലസ് സബ്ലിമിനൽ മ്യൂസിക് ആഡ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷനാണ്. അതുകൊണ്ടാണ് പലർക്കും ഇപ്പം തന്നെ പറയാറുണ്ട്, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ മറ്റുള്ളവരെ പല പെയ്ഡ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ സാറ് മെഡിറ്റേഷൻ മാത്രമാണ്, അല്ലെങ്കിൽ സാർ റെക്കോർഡഡ് മെഡിറ്റേഷൻ മാത്രമാണ് കൂടുതൽ എഫക്റ്റീവായി തോന്നുന്നത്. അതെന്തുകൊണ്ടാണ്? അതായത് ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ക്ലാസ് പങ്കെടുക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ തരും. ജസ്റ്റ് എന്ത് ചെയ്യണം, അവർ ജസ്റ്റ് പറയുന്ന, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു മെഡിറ്റേഷനാണ്. അതിലൊരിക്കലും ബൈനറി മ്യൂസിക്കോ അല്ലെങ്കിൽ സബ്ലിമിനലോ ആഡ് ചെയ്യുന്നില്ല. അതിൽ ബൈനറി മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില മെഡിറ്റേഷൻസ് നമ്മൾ സൗജന്യ ക്ലാസ് നൽകുന്ന ചില മെഡിറ്റേഷൻസിൽ വെറും വോയിസ് മാത്രമേ ഉണ്ടാവും. അതാണ് ബൈനോറിയൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബൈനോറിയൽ ബീറ്റ്സ് എന്ന് പറയും. അത് ഡയറക്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന മെഡിറ്റേഷനാണ്. അത് റിലേഷൻഷിപ്പ്, പണം, അങ്ങനത്തെ കുറേ ഹീലിംഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബൈനോറിയൽ മ്യൂസിക് നൽകിയിട്ടുണ്ട്. അടുത്ത മെയിനായിട്ടുള്ള 3 മെഡിറ്റേഷൻസ് ബൈനോറിയൽ പ്ലസ് സബ്ലിമിനൽ മെസ്സേജ്. സബ്ലിമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതാണ് സബ്ലിമിനൽ മെസ്സേജ് എന്ന് പറഞ്ഞത്. യൂട്യൂബിൽ മലയാളം വീഡിയോസ് കണ്ട ജസ്റ്റ് സബ്ലിമിനൽ ഇങ്ങനെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് വീഡിയോസ് കാണുന്നെങ്കിൽ അതിൽ പറയും, റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അതെന്താണ്, ഇപ്പോൾ മലയാളത്തിൽ അങ്ങനത്തെ മെഡിറ്റേഷൻസ്, ഇപ്പോൾ സബ്ലിമിനൽ ബൈനറി മ്യൂസിക്സ് ചില കേൾക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ സബ്ലിമിനൽ മ്യൂസിക്സ് ആഡ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻസ് കാണാറില്ല. കാരണം അത് ഞാൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ മലയാളികളെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഹിന്ദിക്കാരെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷുകാരെ കോഴ്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടാണ് അവർ കാണുന്നത്. എന്തൊരു കാര്യത്തെയും ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഭാരതത്തിൽ അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഷഡ്കർമ്മങ്ങളിൽ വശ്യം എന്ന് പറയുന്ന കാര്യമാണ്. അതായത് വശ്യം ചെയ്യുക, വശ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ വളച്ചെടുക്കുന്നില്ല, ചിലപ്പം ധനത്തെ ആയിരിക്കും വശ്യം ചെയ്യുക, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വശ്യം ചെയ്യുക. ഈ വശ്യവിദ്യയാണ്. ഇപ്പം ഞാൻ തന്നെ അതിനെക്കുറിച്ചുള്ള പുസ്തകമുണ്ട്, മാന്ത്രികം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള. അതെല്ലാം പുസ്തകം റെഫർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചില ടെക്നിക്സുകൾ നമ്മൾ ഏൻഷ്യൻറ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സീരീസ് നമ്മൾ നൽകിയിരുന്നു. ആ ഒരു പുസ്തകത്തിൽ റെഫർ ചെയ്ത കാര്യങ്ങളാണ്. ജസ്റ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് പച്ചക്കർപ്പൂരം വിൽക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പച്ച തുണിയിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ ഗ്രാമ്പു, ഏലക്കായി, പച്ചക്കർപ്പൂരിൽ ഇട്ടിട്ട് കെട്ടി വെക്കുന്നത്, അങ്ങനെയുള്ള പല ടെക്നിക്കുകളും പുരാതനമായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതൊരു ടെക്നിക്കും നിങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു ടെക്നിക്കല്ല, മറിച്ച് ഈ ഒരു അമ്പലമല്ല, പള്ളിയല്ല, ആ പള്ളിയിൽ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഈ വിശ്വാസം. നമ്മളെ യൂട്യൂബ് ചാനലിൽ തന്നെ ഏകദേശം ഒരു 90% വീഡിയോസിൽ നിന്ന് തന്നെ സക്സസ് സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇൻറ്റൻഷ്യലി ഇപ്പോൾ എൻ്റെ തന്നെ ഫ്രണ്ട്സ്, പാർട്ട്നേഴ്സ് എല്ലാം പറയാറുണ്ട്, നീ കുറച്ചും കൂടി ഈ സക്സസ് സ്റ്റോറീസ് ഒഴിവാക്കിയിട്ട് നീ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്നുള്ളത്. ഞാൻ പറയും ഈ കാര്യങ്ങളിൽ ആവശ്യമില്ല. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, യൂട്യൂബിൽ പറയുന്ന ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് ഏകദേശം നിങ്ങൾക്കൊരു വീഡിയോ കാണുകയാണെങ്കിൽ ഒരു 90% കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, അല്ലേ? അല്ലാതെ പുതിയൊരു ഇന്നോവേറ്റീവായുള്ള കാര്യം ആരും തന്നെ പറയുന്നില്ല. അതാണ് സത്യം എന്ന് പറഞ്ഞത്. ഒരു 90 അല്ലെങ്കിൽ 95% കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. പക്ഷെ ആ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമോ എന്നുള്ളൊരു വിശ്വാസമില്ല. ഞാൻ തന്നെ ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം ഞാൻ കുറേ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും കുറച്ച് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്നാലും 90% നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലും ഒരു 90% കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ ഒരു അറിയുന്ന കാര്യങ്ങളിലും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്തിട്ട് വിശ്വാസം വരാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് റിസൾട്ട് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയവർ നിങ്ങൾ കാണുന്നില്ല. കാരണം റിസൾട്ട് കിട്ടിയിട്ട് കാണുകയാണെങ്കിൽ ഓക്കെ, ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അനിവിന്ദിൻ്റെ വീഡിയോസിൽ ഇന്ന വ്യക്തിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബിലീഫ് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് കുറേ അറിവ്, ഞാൻ ചില ആൾക്കാർ പറയാറുണ്ട് നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻസ് ഇല്ല, അല്ലെങ്കിൽ കൂടുതൽ നോളജ് നിങ്ങളെ യൂട്യൂബ് വീഡിയോസിൽ കുറവാണ്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നോളജ് ആണോ വേണ്ടത്, നിങ്ങൾ ആവശ്യം നടക്കുകയാണോ വേണ്ടത്? അതായത് ഞാൻ ഈ എസ്സേയും കുറച്ച് മീൻസ് കുറേ എന്താ പറയുക ഡോക്യുമെൻ്ററി, ഇതേപോലെ തന്നെ ഇ ബുക്സും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല. അതായത് കുറേ ലോജിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
എപ്പോഴും ഞാൻ നോക്കിയ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് അതിനേക്കാളും മുന്നേ തന്നെ ഇതുമായിട്ട് റിസർച്ച് ചെയ്യായിരുന്നു. അന്നേരം എനിക്ക് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ മാത്രമാണ്. മെഡിറ്റേഷനിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് വളരെ പെട്ടെന്നും വളരെ എഫക്റ്റീവായ രീതിയിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിരന്തരമായിട്ട് കിട്ടുകയുള്ളൂ. ഇതിൽ ചില ആൾക്കാർ നമ്മളെ ക്ലാസ്സിൽ പെയ്ഡ് ആവട്ടെ ഫ്രീ ക്ലാസ് ആവട്ടെ മെഡിറ്റേഷൻ ചെയ്യും, എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യും, അന്നേരം ആ സമയത്ത് റിസൾട്ട് ഉണ്ടാവും. എന്നാൽ കുറച്ച് കഴിയുന്നേരം അവരെല്ലാം തന്നെ വിട്ടിട്ട് അവസാനം എനിക്ക് മെസ്സേജ് അയക്കും, സർ റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇന്ന് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ള. അതായത് ഞാൻ ചോദിക്കും നിങ്ങൾ എന്തൊക്കെ മെഡിറ്റേഷനാണ് ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നില്ല എന്ന് പറയും. അതായത് ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ? ഞാൻ തന്നെ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാനൊരു ഡെയിലി ഹാബിറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് എൻ്റെ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും. ഇതിൽ ഡെയിലി റൊട്ടീൻ അല്ലെങ്കിൽ ഹാബിറ്റ് ഞാൻ ഏതെങ്കിലും ദിവസം ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ 2 ദിവസം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് തന്നെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നതാണ്. അല്ലാതെ ഞാനൊരു സൂപ്പർ ഹ്യൂമൺ ആയിട്ട് പറയുകയല്ല. നമ്മളെ ഇപ്പം ഞാനത് സത്യസന്ധമായിട്ട് രീതിയിൽ പറയുകയാണ്. ചില ദിവസങ്ങളിൽ എനിക്ക് എൻ്റെ ഹാബിറ്റ് ചിലപ്പം കൊണ്ടുപോകാൻ പറ്റാറില്ല. ചിലപ്പം രാത്രി എൻ്റെ ഓഫീസിൽ നിന്ന് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന സമയത്ത് രാത്രിയാവും. രാത്രിയിൽ കിടന്നുറങ്ങി നേരമായിട്ട് എണീക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെഡിറ്റേഷനോ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നമ്മളെ മൈൻഡിനൊരു ഫോക്കസ് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ കഴിയുന്നതും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ രീതിയിൽ വേണം. അതായത് ഈ ഒരു പണത്തിൻ്റെ കാര്യത്തിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ നമ്മളുടെ എത്രത്തോളം നമ്മളുടെ ഉള്ളിൽ ഇപ്പം തന്നെ ഞാൻ പറയാറുണ്ട് എൻ്റെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ പ്രണയമല്ല, റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ മറ്റ് ഇങ്ങനെ ഫാമിലി റിലേഷൻഷിപ്പ് ആവട്ടെ എല്ലാ തന്നെ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ എന്നിലേക്ക് തിരികെ വന്നത് അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അതായത് നിങ്ങളൊരു മറ്റൊരു വ്യക്തിയിൽ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കണം, പങ്കാളിയെ സ്നേഹിക്കണം, രക്ഷിതാക്കളെ എല്ലാം സ്നേഹിക്കണം. പക്ഷേ അതിലേക്കാട് ഉപരിയായിട്ട് നിങ്ങളിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങൾ എന്തൊക്കെയാണ് ചേഞ്ച് കൊണ്ടുവരേണ്ടത് ആ രീതിയിൽ. അതായത് നിങ്ങളുടെ ശരീരത്തിന് എന്താണ് വേണ്ടത്, നിങ്ങളുടെ അതായത് ഞാൻ എൻ്റെ പണ്ടത്തെ ഫോട്ടോ എല്ലാവരും കണ്ടല്ലേ, പണ്ടത്തെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ആക്കി വെച്ചിരുന്നു. മിക്ക ലൈവിലും ഞാൻ കാണിക്കാറുണ്ട്. എല്ലാവരും കണ്ടതല്ലേ എൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ, പണ്ടത്തെ വീഡിയോസ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അതായത് പണ്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ കാര്യമൊന്നും ഇതാണ് എൻ്റെ പണ്ടത്തെ ഫോട്ടോ. മിക്ക ലൈവിലും കാണിക്കാറുണ്ട്. ഇതാണ് എൻ്റെ പണ്ടത്തെ രൂപം എന്ന് പറയുന്നത്. അന്നേരം എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ ബ്രൈറ്റ്നസ് ഓർക്കാം. മിക്ക ലൈവിലും കാണിക്കുന്നതാണ്. അന്നേരം ആ സമയത്തെല്ലാം ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. അതായത് അർത്ഥം അറിയാമല്ലോ. അതായത് ഒരു പുസ്തകത്തെ അതിൻ്റെ കവർ വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുക. അതായത് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ ഭയങ്കര എന്തോ സംഭവമാണ്, സ്വന്തം അഹങ്കാരം. അടുത്ത പോയിൻ്റാണ് അഹങ്കാരം എന്ന് പറയുന്ന കാര്യം. അഹങ്കാരം അതായത് ഈഗോ. നിങ്ങളുടെ എത്രത്തോളം ഈഗോ എത്രത്തോളം കാണിക്കുന്നു അത്രത്തോളം മാനിഫെസ്റ്റേഷനെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യമാണ് ഈഗോ. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉള്ളിൽ വർദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ ഇപ്പം സ്പിരിച്വൽ സയൻസിൽ ഇതിനെ മായ എന്ന് പറയും. ഇല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. നമ്മളെ മനസ്സ് തന്നെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ചില സമയത്ത് എനിക്ക് അഹങ്കാരം തോന്നും, ചില സമയത്ത് തോന്നും അയ്യോ ഞാൻ വലിയ സംഭവമാണ്. അതായത് ഞാൻ ചിന്തിക്കും ഇതെങ്ങനെയാണ് സംഭവമായി മാറുന്നത്. ഞാനെപ്പോഴും അത് എളിമ വിനയം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ ഷോ ചെയ്യാൻ വേണ്ടിയില്ല, എനിക്ക് ട്രൂ ആയി തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചില സക്സസ് സ്റ്റോറീസ് കേൾക്കുന്ന സമയത്ത് ഞാൻ വരെ അത്ഭുതപ്പെടാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് എൻ്റെ കഴിവാണ് അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഒരു ഇതാണ് എങ്കിൽ ഞാൻ എല്ലാവർക്കും ഇത് റിസൾട്ട് കൊടുക്കേണ്ടത്. മറിച്ച് ഞാൻ എപ്പോഴും അവർക്കും ദൈവികമായ അവരുടെ ഉള്ളിൽ ജസ്റ്റ് വീഡിയോയിൽ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ദൈവികമായ ചൈതന്യത്തിൻ്റെ ശക്തിയിലാണ് അത് റിസൾട്ട് കിട്ടിയത്. ഞാൻ എൻ്റെ കോഴ്സാണ് അല്ല എൻ്റെ കഴിവാണ് എല്ലാം മീൻസ് കോഴ്സ് ചെയ്തിട്ടുണ്ടാവും, എന്നാൽ ഞാൻ എൻ്റെ ക്രെഡിറ്റ് മുഴുവനായിട്ട് ഞാൻ ഏറ്റെടുക്കാറില്ല. എല്ലാം തന്നെ അവർക്ക് വിട്ടുകൊടുക്കുകയാണ് അല്ലെങ്കിൽ അവരെ ചൈതന്യം അവരെ ദൈവികമായ ചൈതന്യത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതായത് ഈഗോ എന്ന് പറയുന്ന കാര്യം നമ്മുടെ സമാധാനത്തെ നശിപ്പിക്കും. അതായത് ഞാൻ വലിയവനാണ്, നമ്മുടെ ഉള്ളിൽ അഭിമാനം വേണം. നേരെ മറിച്ച് നമ്മൾ ഷോ ചെയ്യാൻ പാടില്ല. അതായത് ഞാനിപ്പോൾ ഷോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു സംഭവമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് പറയാനും എല്ലാം തന്നെ സാധിക്കും. പക്ഷെ അത് വലിയൊരു സംഭവമായിട്ട് ഞാൻ എന്നെ ഷോ ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ പറ്റില്ല.
അത് ചില ആൾക്കാരിൽ നിന്ന് ഞാൻ പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതുകൊണ്ട് എനിക്കറിയാം. അതായത് ഞാൻ എത്രത്തോളം നിങ്ങളിൽ ഓപ്പണായി സംസാരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് റിസീവിങ് കപ്പാസിറ്റി, അതായത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ ഓക്കെ ഈ രീതിയിൽ വലിയൊരു സംഭവമായിട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് സംസാരിക്കാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമത നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അത് റെക്കോർഡിംഗ് ആവട്ടെ, റെക്കോർഡിംഗ് ആയിട്ടുള്ള വോയിസ് ആവട്ടെ, എന്ത് തന്നെ ആവട്ടെ, ഞാൻ പറയുന്ന ഒരു മ്യൂസിക്കും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് വെച്ച് ലൈറ്റായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് അത്രയും ആഴത്തിൽ നിങ്ങൾക്ക് ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് എഴുതണം. അതുകൊണ്ടാണ് അന്നേരം നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ ഏറ്റവും കൂടുതൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈഗോ ആണ്. ഈഗോ ഈഗോ നോട്ട് ചെയ്യുക. ഈഗോ എന്ന് പറയുന്ന കാര്യം, ഈഗോയെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും അങ്ങനെയല്ല ഈഗോനെ ഇല്ലാതാക്കുക. ഈഗോ ഇല്ലാതാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ മുന്നിലും പോയിട്ട് താഴ്മയോടെ നിൽക്കുക എന്നുള്ളതല്ല. നമ്മളെ മനസ്സിലാണ് അതിനെ ഇല്ലാതാക്കേണ്ടത്. അല്ലാതെ മറ്റുള്ള മുന്നിൽ അമിതമായ വിനയോ കാര്യങ്ങളൊന്നും തന്നെ കാണിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ തെറി വിളിക്കാൻ തിരിച്ചു ഒരു ലിമിറ്റ് ചെയ്യാൻ തിരിച്ചും തെറി വിളിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നന്മപരമാകുക കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്ന സമയത്ത് ഇസ്ലാമിക വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നുണ്ട്. അതായത് ഓക്കെ, അതായത് ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ മുന്നേ വെച്ചിരുന്നു, അത് ഞാൻ വെക്കുന്നതാണ്. ഓക്കെ, അതായത് ഫ്ലോ പോയി. ഓക്കെ ഓക്കെ അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈഗോ എന്ന് പറയുന്ന കാര്യം, അതായത് ഈഗോ എന്ന് പറയുന്ന കാര്യം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് ഭയങ്കരധികം ധാർഷ്ട്യത്തോടെ നിങ്ങൾ എന്തൊക്കെയാണ് സംഭവം, അതോടൊപ്പം തന്നെ നിങ്ങളെ ബന്ധങ്ങളിൽ നഷ്ടപ്പെടും. അതായത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയും, എടാ നിന്റെ കോഴ്സ് പഠിച്ചിട്ട് അല്ലെങ്കിൽ നിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഇന്നാൾ ഇത്രയും വലിയ സംഭവമായി, അവരത് വലിയ വലിയ കാര്യങ്ങൾ കാണിക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റോറീസ് ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ വീട്, കാറ്, അങ്ങനത്തെ ഒന്നും ഞാൻ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഞാൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ടിനേക്കാളും കൂടുതൽ നമ്മളെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ റിസൾട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഈ പ്രാധാന്യം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഗ്രോത്ത് വരും. ഇപ്പം തന്നെ ഒരു ഉദാഹരണത്തിന് ഞാൻ വീട് അതോടൊപ്പം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എല്ലാം തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലി എല്ലാം തന്നെ മാനിഫെസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ നമ്മൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്ന വ്യക്തികളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പം നിങ്ങളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ ജോലിയോ ചെയ്യട്ടെ, നിങ്ങളെ ക്ലയൻസ്, ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലയൻസ് ഉണ്ടാവും അല്ലേ. ക്ലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് ക്ലയൻസ് ഒരു മെഡിസിൻസ് മേടിക്കാൻ വരുന്ന സമയത്ത് അവരെങ്ങനെയാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ അവിടെ ഈഗോ കാണിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്ത് സംഭവിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ഷോപ്പിൽ വരില്ല അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ കോഴ്സ് ചെയ്യണ്ട എന്ന രീതിയിലെല്ലാം തന്നെ വർദ്ധിക്കും. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സത്യസന്ധമായിട്ട് എത്രത്തോളം നിങ്ങൾ ആൾക്കാരെ ഹെൽപ്ഫുള്ളായി മാറുന്നോ അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതാണ് പണത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അന്നേരം ഈ കാര്യങ്ങൾ ഇതിൽ ഓരോ പോയിന്റ്സും കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതാണ്. പക്ഷേ ഞാനത് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമാണ്. ഈ പറഞ്ഞ പോയിന്റ്സിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒരാൾ ജസ്റ്റ് അൺമ്യൂട്ട് ആക്കിയിട്ട് നിങ്ങൾ ചോദിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കാം, കാരണം ലൈവ് ഇടയ്ക്കിടയ്ക്കാണ് വരാറ്, സ്ഥിരമായിട്ട് ഉണ്ടാവാറില്ലല്ലോ. ദുർഗാദേവി മേഡം എങ്ങനെ പോകുന്നു ബിസിനസ്? അൺമ്യൂട്ട് ആക്കോ. പോയോ? ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് ബിസിനസ്? മ്യൂട്ടാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സൂപ്പറാണ്, കുഴപ്പമില്ല. കുഴപ്പമില്ല. അതല്ല അങ്ങനല്ല, നമുക്ക് പറയാനൊരു ഇത് വരുന്നുണ്ട്, എല്ലാരോടും ഇങ്ങനെ തുറന്നിങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് വരുന്നുണ്ട്. മറ്റേത് ആദ്യം ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നില്ല. ഓക്കെ അത് നല്ല കാര്യമാണ്. അദ്ദേഹം ചെയ്യുന്നത് MLM ആണ്. അതിനേക്കാളും ഉപരിയായിട്ട് മുഖത്തുള്ള ചുളികളും കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ക്രീമാറ്റം മുഖത്ത് തേച്ചാണോ? ഞാൻ സെൽഫ് ലവ് ചെയ്യണ്ടേ. ഇപ്പൊ എന്തെങ്കിലും ക്രീമാറ്റം തേച്ചിട്ടുണ്ടോ? ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലും? നല്ല തിളക്കം
ഓക്കെ ഓക്കെ, എന്തായാലും നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. നമ്മൾ മറ്റുള്ളവരെ അപ്രിസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് നമുക്ക് ചേച്ചി ഞങ്ങൾക്ക് കൂടി പറഞ്ഞതാ, ഒന്ന് ഗ്ലോ ആവട്ടെ. നിങ്ങൾ ഓൾറെഡി സുന്ദരി തന്നെയാണ്. അതെ, എല്ലാവരും സുന്ദരി സുന്ദരന്മാരാണ് സാറേ. നമ്മളെ ഇത് ഒരു ടോപ്പിക്, ഒരു ലൈവില് ഞാൻ എങ്ങനെയാണ് സുന്ദരനായ, നമുക്ക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് ജനറ്റിക്കായിട്ട്, ഞാനത് പറയണം, എനിക്ക് ജനറ്റിക്കായിട്ട് ജനറ്റിക്കലായിട്ട് ഹെയറിന്റെ പ്രശ്നമുണ്ട്. എൻ്റെ അച്ഛന് അങ്ങനെ പാരമ്പര്യമാണ്. പക്ഷെ നമ്മൾ അതിനെ അംഗീകരിക്കണം. ഓക്കെ, എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്, അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് അവിടെ സൊല്യൂഷൻ വരും. അല്ലെങ്കിൽ നമ്മളെ ഫേസ് നോക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞു, അതിൽ കുറച്ച് പേരാണ് ഓൺ ചെയ്തത്. നമ്മൾ ഇപ്പം തന്നെ ലൈവിൽ എല്ലാവരും ഇതിൽ കാണുന്ന വ്യക്തികളെല്ലാം കാണുന്നു. പറഞ്ഞോളൂ. ഇപ്പൊ പറയണ്ടേ, നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നീ എന്തെങ്കിലും ഒത്ത് തേക്കുണ്ടോ, അപ്പൊ ആദ്യത്തേനെക്കാട്ടി കുറെ മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറയിട്ട്, ആദ്യത്തേക്കാളും മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ മറുപടി പറയാറ്? ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ മനസ്സ് സന്തോഷാണെന്ന്, സന്തോഷമായിട്ടിരിക്കുകയാണ്. നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് പറയൂ. തീർച്ചയായും. അപ്പൊ പണ്ടത്തെ ആൾക്കാര് പറയുന്നത് കറക്റ്റ് ആയിരിക്കും അല്ലേ, മനസ്സാണ് മുഖത്തിന്റെ കണ്ണാടി എന്ന് പറയണത്. ശരിയാണ്. അതെ അതെ, അതെ. നമ്മള് പുറത്തേക്ക് നല്ല സന്തോഷമായിട്ടിരിക്കുന്നത്, എപ്പോഴും ചിരിച്ചും കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അതെ, പുറത്തേക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഇത് ഫേക്ക് ചെയ്യല്ല. അതായത് ചില ആൾക്കാർ പറയും മറ്റുള്ളവർ മുന്നിൽ ചിരിച്ചു കാണിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് നമ്മളെ തന്നെ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ആദ്യം നമ്മളെ അംഗീകരിക്കാൻ പറ്റണം. അതായത് നമ്മൾ ഐ ആം പെർഫെക്റ്റ് ഇൻ ബൈ ഇൻപെർഫെക്ഷൻ. അതായത് ഞാൻ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും ഇൻപെർഫെക്റ്റ് ആണ്. ഈവൻ ദൈവം വരെ സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും, ഇപ്പം തന്നെ ദൈവം തന്നെ പെർഫെക്റ്റ് ആണെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ഭൂമിയെ സൃഷ്ടിക്കില്ല. കാരണം മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഭൂമിയെ ഇത്ര ഇതാക്കുന്നത്. അന്നേരം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാം തന്നെ ഇൻപെർഫെക്ഷൻ ആണ്. ഈ ഇൻപെർഫെക്ഷനെ അംഗീകരിക്കുന്ന സമയത്ത്, അതായത് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കാതെ ഞാൻ ഇൻപെർഫെക്റ്റ് ആണ്, അതായത് എൻ്റെ കഴിവുകളെ ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഞാനതാണ് ഹെയറിൻ്റെ കാര്യം പറഞ്ഞത്. എൻ്റെ ഹെയറിൻ്റെ ഓക്കെ, എനിക്ക് ജനറ്റിക് ഇതുണ്ട്, അന്നേരം അതിനെന്ത് ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അന്നേരം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രോബ്ലംസ് നമ്മളെ കൂടുതലായിട്ട് അതിനെ കോൺഷ്യസ് ആവാതെ അതിന് വേണ്ടിയിട്ടുള്ള, അതായത് മുടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെന്തില്ലേ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റണം. ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ, ഇതിനെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവിക്കും, നമ്മൾ മറ്റുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളിലും ഉപയോഗിക്കുന്നത് തെറ്റുന്നല്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ കൂടുതലായിട്ട്, ഞാൻ തന്നെ ഫേസ്ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. കാരണം എന്താണ്, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കമ്പാരിസൺ ആണ്. അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് കാണുന്നത് കഴിയുന്നത് ഞാൻ കുറക്കും. സ്റ്റാറ്റസ് കാണുന്ന കാര്യങ്ങൾ ഓർക്കും അവരെ, അതായത് ഫ്രണ്ട്സിൻ്റെ ഇങ്ങനെ അതേപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒന്നും തന്നെ ചെക്ക് ചെയ്യാറില്ല. ഇപ്പം എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേഷൻ വീഡിയോസ്, പ്രൊഡക്ടിവിറ്റി, അതോടൊപ്പം തന്നെ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ എൻ്റെ ഇൻട്രസ്റ്റുള്ള ടോപ്പിക്കാണ് ഞാൻ എപ്പോഴും സെർച്ച് ചെയ്യുന്നത്. യൂട്യൂബ് ചാനലാവട്ടെ. അതായത് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മളെ അംഗീകരിച്ച് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, സ്റ്റാറ്റസ് കാണുക, എന്നിട്ട് അവരെ സ്റ്റാറ്റസിന് കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നോ, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നതനുസരിച്ച് നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സാണ് അവിടെ ലോക്കാകുക. അതുകൊണ്ടാണ് ഇപ്പം ദുർഗാദേവിയുടെ പുള്ളിക്കാരി അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹം നമ്മളെ 2 ക്ലാസ്, അതിൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ റിലേഷൻ മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് രണ്ടാമത്തെ അറ്റൻഡ് ചെയ്തത്. അത് ലാസ്റ്റ് മുന്നത്തെ ബാച്ചാണെന്ന് തോന്നുന്നു. അതിൽ ഹീലിംഗ് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്തു. അദ്ദേഹം MLM ബിസിനസ് ചെയ്യുന്നതാണ്. അന്നേരം അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരെ സംസാരിക്കാൻ പറ്റുന്നില്ല, കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കൺവിൻസ് ചെയ്യാത്ത എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് തോന്നുക അല്ലേ? ഇപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസ് കൊടുക്കുന്ന സമയത്ത് അതെന്തുകൊണ്ടാണ്, അതായത് ഞാൻ തന്നെ കോഴ്സ്, ഇപ്പം തന്നെ കുറേ പേര് പെയ്ഡ് കോഴ്സ് അല്ലെങ്കിൽ ഹീലിംഗ് ഇത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, അനുവിൻ്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അല്ലേ? ആ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയില്ല. നമ്മൾ അത്രയും റെക്കോർഡിങ്സും കാര്യങ്ങളും സക്സസ് സ്റ്റോറീസ് തന്നെയാണ്. സക്സസ് സ്റ്റോറീസിന് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഡെയിലി ഇടണമെന്ന് വിചാരിക്കുക. ആ റിലേഷൻഷിപ്പ് ആവട്ടെ, ഗവൺമെൻറ് ആവട്ടെ, അത്രയും സക്സസ് സ്റ്റോറീസ് വേണമെങ്കിൽ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു. മൊബൈലിലുണ്ട് അത്രയധികം സക്സസ് സ്റ്റോറീസ് ഇപ്പോഴും. അത് ലൈവ് റെക്കോർഡിങ്സ് എല്ലാം തന്നെ ഉണ്ട്. ഇതെല്ലാം തന്നെ പെൻഡിങ് ആണ്. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നോ, അത് ഞാനൊരു ടോപ്പിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അത് നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല.
നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. നമുക്ക് ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ജോയ്ഫുൾ ആയി നിൽക്കുകയെന്ന് വെച്ചാൽ ഇല്ല. നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് ലൈഫാണ്. അത് നമുക്ക് മാനേജ് ചെയ്യാനേ സാധിക്കുമല്ലോ അല്ലേ. ലൈഫിൽ പ്രോബ്ലംസ് ഓരോ ദിവസവും ഓരോരോ ചാലഞ്ചസ് ആണ്. ഇപ്പം പ്രോബ്ലംസ് ചിന്തിക്കാതെ നിങ്ങൾക്ക്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ചാലഞ്ചസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന രീതിയിൽ ചിന്തിക്കും. ഇപ്പം നിങ്ങൾക്കൊരു പണത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ചിന്തിക്കണം. എന്നാൽ പ്രോബ്ലത്തെ നിങ്ങൾക്ക് ഭയങ്കര ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി. ഒരു ചാലഞ്ചാണ്, ഒരു ചാലഞ്ചായിട്ട് അതിനെ കാണുക. അതായത് ഇപ്പം പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഞാൻ ഇപ്പം മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അത് ഞാൻ ചാലഞ്ച് ആക്കിയിട്ട് എടുത്തു. അതായത് എടാ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ എടാ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് മാർക്കറ്റിങ്ങിന് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല പ്രോബ്ലം അല്ല, നമുക്കൊരു ചാലഞ്ചാണ് അത്, ആ ചാലഞ്ച് നമുക്ക് മറികടക്കാമെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ആ ചാലഞ്ചായിട്ട്, അതായത് വേർഡ്സാ മാറുന്നുള്ളൂ. വേർഡ്സ് മാറുന്ന സമയത്ത് തന്നെ ആറ്റിറ്റ്യൂഡ് മാറി അല്ലേ. അതായത് നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അതൊരു ചാലഞ്ചാണ്. അത് നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചാലഞ്ചിന്റെ മലയാളം മീനിങ് എന്താണ്? ചാലഞ്ച് ആ ഒരു വെല്ലുവിളിയാണ്. ഓക്കെ, ഒരു വെല്ലുവിളി. അതായത് നിങ്ങൾ ആ ഒരു കാര്യം, നിങ്ങളെ എന്തെങ്കിലും ആ ഒരു കാര്യം നിങ്ങളെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയായിട്ട് ഞാൻ തന്നെ ചില ഇങ്ങനെ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് അവരെ ചാലഞ്ച് ചെയ്യും. നിങ്ങൾ അത് ചെയ്ത് കാണിക്കുന്ന പറയും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ, അതായത് നമ്മളെ ഈഗോയെ, ഇപ്പോൾ ഞാൻ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. ഇപ്പം തന്നെ ഞങ്ങൾ പാർട്ട്നേഴ്സ് തമ്മിൽ ചില മത്സരം ഉണ്ടാവും. അവരെല്ലാം തന്നെ ഇൻഡിവിജ്വൽ കമ്പനീസ് ഉണ്ട്. അതായത് നമ്മൾ ഞാൻ പറയും ഈ മാസം ഇത്ര ലക്ഷം, ഒരു 5, 6 അല്ലെങ്കിൽ 8 ലക്ഷം ഞാൻ ഉണ്ടാക്കും. അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കും. അത് നമ്മൾ ചാലഞ്ച് വെക്കും. അതെന്തിനാണ്? നമ്മളെ തന്നെ, അതായത് ഞാൻ അവരെ മുന്നിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, നമ്മളെ ചാലഞ്ച് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് ആ ചാലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അയ്യോ എൻ്റെ ലൈഫിൽ പ്രോബ്ലം വന്നല്ലോ, അങ്ങനെ ചിന്തിക്കാതെ ഇതൊരു ചാലഞ്ചാണ്, അത് നമ്മളെ ഗ്രോത്തിലേക്ക് വരേണ്ട അല്ലെങ്കിൽ ഗ്രോത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് കരുതുക. ആ രീതിയിലൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റിസൾട്ട് കിട്ടും. ഇപ്പം പലരും ഇപ്പം നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്തു, അന്നേരം ക്ലാസ് പങ്കെടുക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടും. പിന്നെ എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അന്നേരം ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാം. ഞാൻ പറയും ഇന്നെന്ന മെഡിറ്റേഷൻസ്, നമ്മളെ ക്ലാസ്സിൽ ഇന്നെന്ന മെഡിറ്റേഷൻസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് പറയും. ഞാൻ നിങ്ങളെ ചില ആൾക്കാർ തീരെ മടിമാരാണെങ്കിൽ ഞാൻ പറയും ചാലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ ചാലഞ്ച് ചെയ്യും, നിങ്ങൾ ഷോ ചെയ്യും എന്ന് പറയും. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി. നമ്മൾ ടെക്നിക്ക് പറയാൻ പോവുകയാണ്. അന്നേരം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ ഡൗട്ടോ കാര്യങ്ങളുണ്ടോ? ഇല്ല സാറേ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും സ്റ്റോറീസോ കാര്യങ്ങളോ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. എന്താണ്? ഓക്കെ സാറേ, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. എന്റെ പേര് ചന്ദ്രിക. സാറിന്റെ ക്ലാസ് കിട്ടിയിട്ട്, ലൈവ് കിട്ടിയിട്ട് ഒത്തിരി നാളായി. ഞാനിപ്പോ ഒത്തിരി കാലം കാത്തിരുന്ന് കിട്ടിയതാണ് ഇന്ന്. വളരെ താങ്ക്സ്. പിന്നെ സാറിന്റെ പണ്ടേ ഉള്ള ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ. പവർഫുൾ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിലൂടെ എനിക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്, വർഷങ്ങളായിട്ട് എന്റെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. കൈ അനക്കാൻ പോലും വയ്യായിരുന്നു. ആ വേദന ദിവസവും ഞാൻ ഈ പവർഫുൾ വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിലൂടെ എനിക്ക് സുഖമായി. പൂർണ്ണമായിട്ട് ഇപ്പൊ എനിക്ക് ഒരു പ്രശ്നമില്ല എന്റെ ശരീരത്തിന്. അതുപോലെ തന്നെ എന്റെ കണ്ണിന് ഇതുണ്ടായിരുന്നു, പ്രഷർ, ഗ്ലോക്കോമ. അതും ഞാൻ വിഷ്വലൈസേഷനിലൂടെ എന്റെ കണ്ണിന്റെ പവർ എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പൊ കണ്ണട ഇങ്ങനെ എടുത്ത് എനിക്ക് നല്ലപോലെ പവർ കിട്ടുന്നില്ല. കാഴ്ചക്ക് കുറവുണ്ടെങ്കിലും പ്രഷർ ഇല്ല കണ്ണിന്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനിപ്പോ കാണുന്നത്. മെഡിറ്റേഷനിലൂടെ നേടിയെടുത്തതാണ്. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നീ വേറെ ഒക്കെ എന്താ ഷെയർ ചെയ്യണ്ടേ? ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മൾ ടെക്നിക്കിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടേ ഷെയർ ചെയ്യാം. ഓക്കെ, ധൈര്യമായിട്ട് ഷെയർ ചെയ്തോളൂ കേട്ടോ, ഒന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇനിയുള്ള 28 ദിവസം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ക്ലാസ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നാളെയാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. അന്നേരം ഇതുവരെ നൽകിയ സെയിം ടാസ്കും അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താണ്.
ചില 28 ഡേയ്സിൽ നമ്മൾ 369 മെത്തേഡാണ് നമ്മൾ ഉപയോഗിച്ചത്. ചില ദിവസങ്ങളിൽ പില്ലോ മെത്തേഡ്. അതായത് ബേസിക്കലി നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് എന്നുള്ള പുസ്തകം അല്ലെങ്കിൽ മാജിക് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യമാണ് ഇമ്പോർട്ടൻസ്. പക്ഷേ അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മെഡിറ്റേഷനും ഒരു ഡെയിലി ഹാബിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മൾ നൽകുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ 1 കപ്പ് മെത്തേഡാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 കപ്പ് മെത്തേഡല്ല, 1 കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. 1 കപ്പ് മെത്തേഡിനെ കുറിച്ചുള്ള 2 കപ്പ് മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യമെല്ലാം നമ്മൾ മുൻപത്തെ ലൈവിൽ പറഞ്ഞിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ എപ്പോഴും നമ്മൾ എന്ത് ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഏതൊരു ടെക്നിക്കിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഈ ഒരു ഗ്ലാസ് 1 കപ്പ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കപ്പ് നിങ്ങൾ ചായ കുടിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ അതിൻ്റെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് മാത്രം, അതായത് നമ്മളിപ്പം ഒരു കല്ലിനെ, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഒരു കല്ലിനെ ദൈവമായിട്ട് കാണുന്നത് എന്താണ്, അതിലൊരു വിശ്വാസമാണ് അല്ലേ. ആ ഒരു കല്ലിനെ നമ്മൾ വിശ്വാസത്തിലൂടെയാണ് എനർജൈസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ പൂജാരി കാര്യങ്ങളുണ്ടെങ്കിൽ പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഫസ്റ്റ് തന്നെ എന്താണ്, സ്വന്തം പ്രാണ ഊർജ്ജമാണ് ആ കല്ലിന്, അല്ലെങ്കിൽ ആ കല്ല് നൽകിയിട്ട് അതിനെ വിഗ്രഹമായിട്ട് മാറ്റുന്നത്. ഹീലിംഗ് ടെക്നിക്സ് ഇതേപോലെ തന്നെ റേക്കി പ്രാണി ഹീലിംഗ് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് ആണ്. കഴിഞ്ഞ വെൽത്ത് മാസ്റ്ററിയിൽ നിഖിൽ നാരായൺ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടായിരുന്നു. എനിക്കറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തെ കുറച്ച് ഇതേപോലെ തന്നെ കുറച്ച് മുദ്രാസ് കാണിച്ചിട്ട് മുദ്ര സെറ്റ് അതിലേക്ക് പ്രാണ ഊർജ്ജത്തെ ദൃശ്യവൽക്കരണം, അല്ലെങ്കിൽ അതിൽ അത്രയും ദൃശ്യവൽക്കരണം ചെയ്തിട്ട് എനർജൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ആ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിനെ നിങ്ങൾ എത്രത്തോളം റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ള അടിസ്ഥാനത്തിലാണ് റിസൾട്ട് വരിക. അല്ലാതെ ഇത് വെറുതെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് കാര്യമില്ല. ഈ ഒരു ഗ്ലാസ് ഇപ്പം 1 കപ്പ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്ലാസ് 28 ദിവസവും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മാത്രമായിട്ട്, അല്ലാതെ ഇത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ചായ കുടിക്കാനോ അല്ലെങ്കിൽ കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അതിനെ നിങ്ങളെ പ്രാർത്ഥനാ മുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയോ അല്ലെങ്കിൽ പൂജാമുറിക്കുള്ള സ്പേസിലോ കാര്യങ്ങളോ വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ബെഡിൻ്റെ ഇതേപോലുള്ള ഷെൽഫോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ ഒന്ന് വെക്കുക. ഓക്കെ, ഞാനെപ്പോഴും ഇവിടെയാണ് വെക്കാറ്. ഇവിടെ സ്പേസ് ഉണ്ട് അതിനുള്ള, അന്നേരം അവിടെ വെക്കുക. അപ്പം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ്സിൽ ഈ ഗ്ലാസ്സാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ പേപ്പേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ 28 ഡേയ്സിന് വേണ്ടിയിട്ട് 28 പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് രാത്രി തന്നെ 28 ഡേയ്സ് പേപ്പേഴ്സ് കട്ട് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ കാര്യം നമ്മൾ അതാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഈ നമ്മൾ ലിങ്ക് ഇട്ട സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മളെ കയ്യിൽ കരുതുക എന്നുള്ള. പേപ്പർ, വെള്ളം, ഗ്ലാസ്, ഇതെല്ലാം കൈ കരുതിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പേപ്പർ, ഇതേപോലെ തന്നെ ഒരു പേപ്പർ കട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കയ്യിലുള്ള A4 ഷീറ്റ് ആവട്ടെ അല്ലെങ്കിൽ നോട്ട്ബുക്ക് ആവട്ടെ, വാട്ടവർ, അതൊന്ന് കട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 7 അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാവും. ഇതൊരു അറൗണ്ട് 4 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടാവും. ഇതൊന്ന് കട്ട് ചെയ്യുക. ഓക്കെ, ഇതൊന്ന് കട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, സിമ്പിളായി ചെയ്യാം. ഓക്കെ, ഇല്ലാത്തവർ വീണ്ടും പറയാൻ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് സമാധാനത്തോടെ കാണുക. എന്നിട്ട് ഇതിന് ശേഷം, ഈ ഒരു ലൈവിന് ശേഷം ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ ഉപയോഗിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച കളർ മാർക്കർ പെന്നാണ്. ഇപ്പം പച്ച കളർ മാർക്കർ പെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പണം എന്ന് പറയുന്ന കാര്യത്തിനാണ് അല്ലേ ഉപയോഗിക്കുന്നത്. അന്നേരം കളർ തെറാപ്പി പ്രകാരം കളേഴ്സിന് മാനിഫെസ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പച്ചമഷി എന്ന് പറയുന്നത് വെൽത്തുമായിട്ട്, പണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. റെഡ് കളർ റിലേഷൻഷിപ്പ്, ബ്ലൂ കളർ നിങ്ങളെ ജോബ് ആൻഡ് ഹെൽത്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അന്നേരം ഞാനിവിടെ ഈ ലൈവിൽ പറഞ്ഞതുപോലെ തന്നെ പണത്തെ വെള്ളത്തെ പോലെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് പച്ചമഷി പിന്നെന്ന് പറയുന്നത്. ഈ പച്ചമഷി കളർ തെറാപ്പി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ മെത്തേഡ്സിലെല്ലാം തന്നെ പച്ചമഷി പെന്ന് ഉപയോഗിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പച്ചമഷി മാർക്കർ പെന്ന് തന്നെ ഉപയോഗിക്കുന്നത്. അത് എൻ്റെ മാനിഫെസ്റ്റേഷന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് എൻ്റെ ഇത് മാർക്കർ പെൻ എന്ന് വെച്ചാൽ നമുക്ക് എന്തിലും വേണം എഴുതാലോ, അതുകൊണ്ടാണ്. അന്നേരം അതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളിത് എല്ലാവരും മുറിച്ച് വെച്ചിരുന്നായിരുന്നു. ഇനി 28 ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഡ്രീം ജേണൽ, ഇപ്പം കയ്യിൽ ഡ്രീം ജേണൽ ഉണ്ടെങ്കിൽ അതെടുക്കുക.
എന്നിട്ട് അതിൽ പണവും ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ആഗ്രഹം, മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പച്ച മഷി അല്ലെങ്കിൽ റെഡ് കളർ പെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഉപയോഗിക്കാം. നെവർ മൈൻഡ്, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കളർ തെറാപ്പിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം എഴുതി വെച്ച ആഗ്രഹം എടുക്കുക. നിങ്ങൾ ഡ്രീം ജേർണൽ, ചിലപ്പോൾ അത് വ്യക്തിബന്ധമായിരിക്കാം, പണമാവാം, എന്തും ആവട്ടെ, അതെടുത്തിട്ട് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ആദ്യത്തെ ആഗ്രഹം, നടക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ആഗ്രഹം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം 89 മെമ്പേഴ്സ് ഉണ്ട്. എന്താണ് ആഗ്രഹം? 5 ലക്ഷം വേണം, വീട് പണി പൂർത്തിയാകണം, മിത്ര സനോജ്, അദ്ദേഹം നമ്മളെ ക്ലാസ്സുകൾ പങ്കെടുക്കുന്നതാണ്. കുറേ സക്സസ് സ്റ്റോറീസ് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം. ഓക്കെ, വീട് പണി പൂർത്തിയാക്കണം, ലോട്ടറി അടിക്കണം, ന്യൂ ഹൗസ്, സാമ്പത്തികം എന്ന് പറയാതെ എന്താണ് സാമ്പത്തികം എപ്പോഴും നമ്മൾ സ്പെസിഫൈ ആയിരിക്കുക. കടം കൊടുത്തത് തിരിച്ചു വേണം. കടം കൊടുത്തതെന്ന് നമ്മൾ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു. കടം കൊടുത്തതിനേക്കാളും കൂടുതൽ എത്ര എമൗണ്ട് ആണോ കൊടുത്തത് അതിൻ്റെ ഇരട്ടി നമ്മൾ ലക്ഷ്യം വെക്കുക. 10 ലക്ഷം ഉടനെ വേണം, 5 ലക്ഷം വേണം. ഓക്കെ, ആരോഗ്യ പ്രശ്നത്തിന് വരായിട്ട് ആരോഗ്യ പ്രശ്നമാണ്. ഓക്കെ, 1 CR വേണം. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എഴുതേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കടം കൊടുത്ത പണം തിരികെ വേണമെന്ന് എഴുതാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നം മാറുന്നില്ല. ആരോഗ്യം അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഷുഗർ രോഗം മാറണം എന്നില്ല, എന്താണോ വേണ്ടത് അതായിരിക്കണം. അതായത് പോസിറ്റീവ് വേർഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് ചിത്രങ്ങൾ സഹിതമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഒരു ചിത്രമുണ്ട് രോഗം എന്നുള്ള, അന്നേരം നമ്മളെ ബോധ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഇമേജസ് ആണ് ഉണ്ടാകുക. അന്നേരം നിങ്ങൾ ആരോഗ്യം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ്, ചിലപ്പം നല്ല ശരീരം ഉണ്ടാവണം, നല്ല ആരോഗ്യത്തെ ശരീരം ആയിരിക്കും നിങ്ങൾ മനസ്സിൽ വെക്കുക. അതോടൊപ്പം തന്നെ കടം എന്ന് പറയുന്ന നേരം നമ്മളെ മനസ്സിൽ കടം കൊടുത്തവരുടെ മുഖമായിരിക്കും ഓർമ്മ വരിക. നേരെ മറിച്ച് നിങ്ങൾ പണം മനസ്സിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ആദ്യം തന്നെ ഒരു ഉദാഹരണം ഞാൻ എടുക്കുകയാണ്. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എൻ്റെ ബാങ്ക് ഡിൽ 10 ലക്ഷം ലഭിച്ചതിന് ഓക്കെ, അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമഷി പിന്നോട്ടാണ് ഞാൻ എഴുതിയത്. അതായത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ലഭിച്ചതിന് ക്രമശക്തിയാന്നേ പറയുന്നു. LICയിൽ സെൻറ്ററിന് ആവാൻ പറ്റണം, വാട്ടവർ എന്ത് തന്നെ ആവട്ടെ, അത് പോസിറ്റീവ് ടെൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിലോ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലോ എഴുതാം. ഞാനിവിടെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭിച്ചതിനാണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്. അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ, അത് 2 രീതിയിലുണ്ട്. ചില ആൾക്കാർക്ക് പാസ്റ്റിൽ ഇതാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല, ചില ആൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. അതായത് വന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരികയാണെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ വന്നുകൊണ്ടിരിക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് എന്നേ പറയുന്നു. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വന്നതിന്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഓർ പാസ്റ്റിൽ. ഇത് ഞാൻ ചില ആൾക്കാർക്ക് ഇത് പാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അത് വിശ്വസിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ചില ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റും. ഡിപ്പെൻസ് ആണ്. കാരണം ഓരോരുത്തരെയും നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഈ രീതിയിൽ ഡിസൈൻ ചെയ്തത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക്, അതായത് ഈ ഗ്ലാസ്സിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ട് പറയാണ്. ഇങ്ങനെ ഒന്നെങ്കിൽ ഒട്ടിച്ച് വെക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പശയോ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെലോ ടൈപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെച്ചെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി, ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ മതി തൽക്കാലത്തേക്ക്. ഓക്കെ,
എന്നിട്ട് അടുത്തായി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിണറ്റിലെ വെള്ളമാണ്. അന്നേരം നിങ്ങൾ വെള്ളം എന്ന് പറയുന്നത് കിണറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് കിണറ്റിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തിളപ്പിച്ച് അതിൽ കുറച്ച് എന്ത് ചെയ്യുക, ജീരകമോ അല്ലെങ്കിൽ തുളസിയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എനർജൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം പറ്റിയെങ്കിൽ കിണറിലെ വെള്ളം തന്നെ ഉപയോഗിക്കുക. ഇൻ കേസ് അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇങ്ങനെ ജീരകമോ കാര്യങ്ങളോ ഇട്ടിട്ട് ഒന്ന് എനർജൈസ് ചെയ്യുക അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യുന്ന പറയും. അത് ലൈവാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ വെച്ചു അല്ലേ. എന്നിട്ട് അതിൽ പകുതി വെള്ളം ഒഴിച്ചാൽ മതി. ഇതേപോലെ തന്നെ ഞാൻ പകുതി വെള്ളം ഒഴിച്ചു. 2 കപ്പ് മെത്തേഡിൽ നമ്മൾ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് നമ്മളുടെ 2 ഭാഗത്ത് ഹോൾഡ് ചെയ്യുക, ഹൃദയഭാഗത്തേക്ക് വെക്കുക. ഗ്ലാസിൻ്റെ ഹൃദയഭാഗത്തേക്ക്. എന്തുകൊണ്ട് ഹൃദയഭാഗത്തേക്ക് വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിങ്സിന് വേണ്ടിയിട്ടാണ്. ഫീലിങ്സ് എപ്പോഴും ഹൃദയചക്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് വെക്കുക. കാരണം ചക്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഞാൻ പഠിച്ചതിന് ശേഷം എൻ്റെ ഹൃദയഭാഗത്താണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്ലാസ് വെക്കുന്ന പോലെ തന്നെയാണ് ഹോൾഡ് ചെയ്യുക. മറിച്ച് ചക്രങ്ങളെക്കുറിച്ചും ഹീലിങ്ങിനെ കുറിച്ചും മനസ്സിലാക്കിയ സമയത്ത് എന്താണോ ഹൃദയഭാഗത്തേക്ക് വെക്കുന്നത് അതിന് ഫീലിങ്സ് വരുന്നതാണ്. ഹൃദയഭാഗത്തേക്ക് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ ഏത് ഫീലിങ്സ് ആണ് ഉണ്ടാകുക, ആ ഒരു ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കുക, ആ ഫീലിങ്സിനെ അനുഭവിക്കുക, ആ ഒരു സന്തോഷം. ആ ഒരു ഹാപ്പിനെസ് അത് നേടുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കുക. അതൊരു തുകയാവാം, അതൊരു വ്യക്തിബന്ധമാവാം, അത് വസ്തുവാവാം, എന്തുമാവട്ടെ, അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലേക്കെല്ലാം തന്നെ കൊണ്ടുവരിക. മമ്മി വിളിച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ചായ കഴിക്കണം. സാവധാനം ആ വെള്ളം കുടിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അന്നേരം ഇപ്പം മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഷീറ്റ്സ് ഇപ്പം ഇന്ന് ചെയ്തു, 2 തവണ ചെയ്യാം. മോർണിംഗ് ആൻഡ് ഈവനിങ് ചെയ്യാം, ഇതേ ഗ്ലാസ് തന്നെ. ഓക്കെ, ഗ്ലാസ്സിൽ ഷീറ്റ് മാറ്റി ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ആ ഷീറ്റ് തന്നെ ഉപയോഗിക്കാം രാവിലെ വൈകുന്നേരം. എന്നിട്ട് എന്ത് ചെയ്യുക, രാത്രി ഉറങ്ങി കിടക്കുന്നതിന് മുൻപ് അത് ഇങ്ങനെ, അല്ലെങ്കിൽ രാവിലെ എന്ത് ചെയ്യുക, അത് പൊളിച്ചെടുക്കുക. എന്നിട്ട് അത് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ കത്തിച്ച് കളയുന്നതാണ് നല്ലത്. കത്തിച്ച് കളയുക. എന്നിട്ട് അടുത്ത സ്റ്റിക്കർ എന്ത് ചെയ്യുക, അടുത്ത 2ാമത്തെ ആഗ്രഹത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് വീണ്ടും 1 കപ്പ് മെത്തേഡ് ചെയ്യുക. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാനിഫെസ്റ്റേഷൻ നടക്കുകയില്ല. നമ്മൾ സിമ്പിൾ മൈൻഡായിട്ട് വെക്കുക. ഇപ്പം തന്നെ നമ്മൾ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിലെല്ലാം തന്നെ പറയാണ്ട് ഞാൻ കൂടുതൽ ആഗ്രഹിക്കാത്ത കാര്യമാണ് നടക്കുന്നത്, കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ മനസ്സ് നെഗറ്റീവ് ആവും. ഓക്കെ, ഇതിലാണ് നമ്മളെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഡെയിലി 28 ആഗ്രഹങ്ങൾ. അതായത് ഇന്ന് ഒരാഗ്രഹം തിരഞ്ഞെടുത്തു, അടുത്ത ദിവസം 2ാമത്തെ ആഗ്രഹം, 3ാമത്തെ ദിവസം 3ാമത്തെ ആഗ്രഹം, അങ്ങനെയാണ് എഴുതേണ്ടത്. രാവിലെ അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ് എണീക്കുന്നത് അതിനുശേഷം ചെയ്താൽ മതി. നല്ല കറക്റ്റായി ടൈം അറിയാമെങ്കിൽ ഒരു 5 മണി ടൈം ചെയ്യുന്നത് നല്ലതാണ്. അത് ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ ജോലി കാര്യങ്ങളെല്ലാം ഡിഫറൻസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നൈറ്റ് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, ചിലപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്നതായിരിക്കും, വാട്ടോവാ. പക്ഷെ 2 നേരം ചെയ്യാം. ഇല്ല, ടൈം രാവിലെ ഉറങ്ങി എഴുന്നതിന് ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപാണ് ചെയ്യേണ്ടത്. ഇത് ടൈം വെക്കുകയാണെങ്കിൽ, ഇപ്പം ടൈം വെക്കുകയാണെങ്കിൽ അത് കറക്റ്റായി ചെയ്യുക. ഞാനെപ്പോഴും ഒരു 5 to 5-10 അല്ലെങ്കിൽ ആ ടൈമിലാണ് ഞാൻ ചെയ്യാറ്. അന്നേരം ചില ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുകയാണെങ്കിൽ അത്
അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നിങ്ങൾ ചെയ്യണം. എന്നാൽ അതാണ് ഗോൾഡൻ ടൈം എന്ന് പറയുന്നത്. ഗോൾഡൻ ടൈം എന്ന് പറയുന്ന ടൈമാണത്. രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് അരമണിക്കൂറും രാത്രി ഉറങ്ങി കിടക്കുന്നതിന് മുൻപും അരമണിക്കൂറാണ് ഗോൾഡൻ ടൈം. ആ ടൈമിൽ എന്താണോ ഇപ്പോൾ മൊബൈൽ റീൽസും കാര്യങ്ങളും കണ്ടിട്ട് നെഗറ്റീവായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ നെഗറ്റീവായുള്ള കാര്യം സംഭവിക്കും. നേരെ മറിച്ച് കുറച്ച് പുസ്തകം വായിച്ചു, നിങ്ങൾ ആഗ്രഹങ്ങൾ മനസ്സിൽ കണ്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ കാര്യം നടക്കും. സാർ ഇത് ജസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്താൽ മതി, അത് അല്ലെങ്കിൽ കീ വേർഡ്സ് എന്തെങ്കിലും പറയണോ ഇല്ല, ഇതിന്റെ കൂടെ? അത് നമ്മൾ വിഷ്വലൈസേഷൻ ആണ് ചെയ്യേണ്ടത്. വേറെ ഒന്നും മെഡിറ്റേഷൻ പോലെ ഒന്നും പറയൊന്നും വേണ്ട അല്ലെ? ഇല്ല, പറയേണ്ട ആവശ്യമില്ല. ഫീലിങ്സിനാണ്. ഇപ്പം വീണ്ടും പറയാണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഫീലിങ്സിനെയും വിശ്വാസത്തെയും കൊണ്ടുവരുന്നതാണ് അഫർമേഷൻ, സ്വിച്ച് വേർഡ് എല്ലാം തന്നെ. ഇതിന് ഫീലിങ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കുകയില്ല. സാറേ രാവിലെയും രാത്രിയും ഒരേ ഗോൾ തന്നെയല്ലേ എഴുതേണ്ടത്? അതെ, ഒരേ ഗോൾ തന്നെയാണ് എഴുതേണ്ടത്. അടുത്ത ദിവസം ഗോൾസ് ചേഞ്ച് ആവും. കേട്ടോ? ഇത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമോ? എന്താണ്? റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? റിപ്പീറ്റ് ചെയ്യാൻ പറ്റായില്ല. പക്ഷേ നമ്മൾ ഈ കോഴ്സിന്റെ ഡിസൈൻ ചെയ്ത് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നാളെ വേറൊരു ആഗ്രഹം എഴുതിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്? നാളെ ഇപ്പം നമ്മൾ ഗോൾ ലിസ്റ്റിൽ ഇപ്പം മുന്നേ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ പോലെ തന്നെ ഗോൾ ലിസ്റ്റിൽ 28 ആഗ്രഹങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ചുമരിൽ ചില ആൾക്കാർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. കയ്യിൽ നിന്ന് ഒട്ടിച്ചേക്ക് വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്വപ്നങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിലാണല്ലോ മറ്റുള്ളവർ കാണും. ഇപ്പം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതിൽ തന്നെ ചുമരിൽ ഏകദേശം 1, 2, 3, 4 പേപ്പേഴ്സ് കിടക്കുന്നുണ്ട്. താഴെ വേറെ കിടക്കുന്നുണ്ട്. അതെന്താണ്, ഫ്രണ്ട്സ് വരും, കാര്യങ്ങൾ വരും. ആദ്യമെല്ലാം കളിയാക്കലുണ്ട്. ഇപ്പം തോന്നും, 10 എത്ര ഉണ്ടാക്കി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോൺഫിഡൻസ് ആണ്. കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടിരിക്കും, ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം നിങ്ങളെ ഭർത്താവ് കളിയാക്കുന്നു, നിങ്ങളെ ഭാര്യ കളിയാക്കുന്നു, മക്കൾ കളിയാക്കുന്നു, അത് കളിയാക്കേണ്ടവർ കളിയാക്കിക്കൊണ്ട് വെക്കും. നമ്മളെ സ്വപ്നങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാമാണ് കാര്യങ്ങൾ. ഇനി വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഹലോ സാർ, ചോദിച്ചോളൂ. രാവിലെ ഒട്ടിച്ച തന്നെ അത് പിന്നെ രാത്രി ചെയ്താൽ മതിയോ? അതെ, അതേ ക്ലാസ്സിൽ അതേ സ്റ്റിക്കർ വെച്ച് ചെയ്യാം. രാവിലെ അത് പറിച്ചെടുക്കണ്ടല്ലോ? ഇല്ല, പറിച്ചെടുക്കണ്ട. അടുത്ത ദിവസം രാവിലെ പറിച്ചെടുത്തിട്ട് അത് കത്തിച്ചേരാം. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിക്കർ ഒട്ടിക്കുക. ഓക്കെ, താങ്ക് യു. ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ നമ്മളെ ഹെൽത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. എല്ലാ മറ്റു കാര്യങ്ങളിലും റിസൾട്ട് ഉണ്ടായെങ്കിലും നമ്മളുടെ ഹെൽത്തിൽ വളരെയധികം റിസൾട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അത് സൗന്ദര്യത്തിൻ്റെ ആവട്ടെ, എന്തെങ്കിലും ഹീലിംഗ് പ്രോസസ്സിൻ്റെ കാര്യത്തിലാവട്ടെ, എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാകുന്ന പേഴ്സണലി പറയുന്നെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ളവർക്ക് പണത്തിൻ്റെ കാര്യത്തിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടായ കാര്യം ഹെൽത്തിലാണ്. രാവിലെ നമ്മളിത് ഉപയോഗിച്ചിട്ട് പിന്നെ അത് രാത്രി ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് അത് പിറ്റേന്ന് രാവിലെയാണോ അതൊന്ന് എടുത്തിട്ട് കത്തിച്ച് കളയുന്നത്? പിറ്റേന്ന് രാവിലെ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. സാറേ ഒരു കാര്യം, ഈ പേപ്പർ ഇപ്പം എടുത്തോ, നാളെ രാവിലെ അത് കത്തിച്ച് ഒന്നും കൂടി ഉപയോഗിച്ചു അപ്പൊ തന്നെ കത്തിച്ച് കളയാണോ അതേ വൈകിട്ടാണോ? നമ്മൾ ഇന്ന് ചെയ്തു. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റ് ചെയ്തു, വൈകുന്നേരം ചെയ്തു, എന്നിട്ട് കിടന്നുറങ്ങുക. അത് അവിടെ വെച്ചിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുക, നമ്മൾ അത് സ്റ്റിക്ക് പറിച്ചെടുത്തിട്ട് കത്തിച്ച് എന്നിട്ട് അടുത്ത ചെയ്യുക. ഇത് എത്ര സമയം ചെയ്യണമെന്നുണ്ടോ? അതൊരു ഇങ്ങനെ ഈ ഒരു പ്രാക്ടീസ് 2 minutes 2 to 3 minutes ചെയ്താൽ മതി. കാരണം കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് മെഡിറ്റേഷൻ അല്ല, ഇതിങ്ങനെ പിടിച്ചിരിക്കണ്ടേ. ഇത് മെഡിറ്റേഷൻ. രാവിലെ ഒരു ഗ്ലാസ് 5 മണിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതായി വരില്ലേ ശരീരത്തിന്? അതെ, ശരീരത്തിന്. അതാ ഞാൻ പറഞ്ഞത്, ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. വേറൊരാളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? എന്താണ്? വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അത് കുട്ടികൾക്കെല്ലാം അതെ 100% കൊടുക്കാൻ പറ്റും. കുട്ടികളുടെ പഠനത്തിൽ പിറകിലായ കുട്ടികൾക്കെല്ലാം ഞാൻ ഈ അമ്മമാര് അല്ലെങ്കിൽ ഉമ്മമാര് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ അതിന്റെ റിസൾട്ട് കിട്ടും. ഈവൻ വശ്യം എന്ന് പറഞ്ഞ കാര്യം വരെ ഇതാണ്. ഓരോരുത്തരും ചോദിക്കും. ഹലോ സാർ, കേൾക്കുന്നു.
സർ ഞാനേ ഈ സംഭവമായിട്ടല്ല, നമുക്കൊരു പ്രൊമോഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളത് കിട്ടിയതുപോലെ ആക്ട് ചെയ്യണം എന്ന് പറയില്ലേ? അതെ. അപ്പൊ നമ്മളത് ആക്ട് ചെയ്യുമ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കാണ് പ്രൊമോഷൻ കിട്ടിയോ ചോദിക്കുമ്പോ നമ്മള് കിട്ടിയെന്നാണോ പറയേണ്ടത്, ട്രൈ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കിട്ടിക്കൊണ്ടിരിക്കുന്നു? നമുക്ക് അത് പറയുമ്പോ ഞാൻ നുണ പറയാണോ? അല്ല, അത് നമ്മൾ കുറച്ച് ലോജിക്ക് ഉപയോഗിക്കണം. ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരാണ്. അന്നേരം അവരോട് കിട്ട് അത് നമ്മൾ എന്ത് പറയുന്നോ നമ്മളെ ഫീലിങ്സ് ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ അഫർമേഷൻസ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, യൂട്യൂബിലിട്ടെ. അത് ഞാൻ പറയാറുണ്ട്. ഇങ്ങനെ എന്തൊക്കെയാണ് എങ്ങനെ പോകുന്നു നോക്കുന്ന സമയത്ത് സുഖം എന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നതല്ല, അതിൽ നമ്മളൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പം പ്രൊമോഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ചില ഹയർ ഓഫീസേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അവരൊരു സത്യസന്ധമായിട്ട് പറയണം, അല്ലെ? നമ്മളൊരു വൈബ് അല്ലെങ്കിൽ നമ്മളെ ഈക്വലായി നിൽക്കുന്ന ആൾക്കാരോടാണ് ഇതെല്ലാം പറയേണ്ടത്. അവരെന്ത് പറയുന്ന പ്രശ്നമില്ല. നേരെ മറിച്ച് ഹയർ ഓഫീസേഴ്സിൻ്റെ എന്ത് ചോദിക്കുകയാണ് പ്രൊമോഷൻ കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അവർ നിങ്ങൾ കള്ളം പറയാണെന്ന് പറയും. നമ്മളെ ലോജിക്ക് ഉപയോഗിക്കണം, യുക്തി ഉപയോഗിച്ച് പറയുക. യുക്തി ഉപയോഗിക്കണം. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് പറയാൻ പാടില്ല പറയുമല്ലോ. അതെ, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു പറയാം. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലോ. ഇപ്പൊ വെൽത്ത് മാസ്റ്ററി തന്നെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാണ്. വെൽത്ത് മാസ്റ്ററി ഞാൻ കുറേ കോഴ്സുകൾ ഇപ്പം ഞാൻ തന്നെ ഒരു കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000, 60,000, 70,000 കോഴ്സ് വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വെൽത്ത് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടില്ല, ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം തന്നെ 5,000, 10,000, 15,000 എല്ലാം. അത് വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെ പണത്തിൻ്റെ എനർജി കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാമല്ലോ. എന്നാൽ പണം വരുമോ? ഇതുകൊണ്ട് പണം വരുമോ? ഇല്ല. പണം വരേണ്ട സാഹചര്യം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോറി. അന്നേരം ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ ഈ വെൽത്ത് മാസ്റ്ററി ഞാൻ മുന്നേ കുറേ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പണം വരുമോ? പണം വരാനുള്ള സാഹചര്യം കാര്യങ്ങളും വരും. പക്ഷേ അതിൽ ഇപ്പം ഉദാഹരണത്തിന് ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിലെല്ലാം തന്നെ പണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, എന്നാൽ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഈ വെൽത്ത് മാസ്റ്ററിയിൽ ബിസിനസ് മാസ്റ്ററി, ബേസിക് ബിസിനസ് മാസ്റ്ററി, അതായത് 0 to 5,000 തുടങ്ങാൻ പറ്റുന്ന ഏകദേശം 21 ബിസിനസ്സുകൾ പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ യൂട്യൂബ് മാസ്റ്ററി, ഇപ്പം ഷിജി അതോടൊപ്പം തന്നെ രമ്യ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തു, അവരെ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അവരിടാൻ തുടങ്ങി. അതായത് അവർക്ക് അതിൻ്റെതായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏകദേശം ഒരു 2,000-3,000 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഞാൻ പെയ്ഡായിട്ട് മേടിച്ചത്. അതെന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആ ഗ്രൂപ്പ്സ് കൊടുത്തു. അതെന്തിനാണ്, അവരെ പ്രൊഡക്റ്റോ സർവീസോ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പുകൾ കൊടുത്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വന്നു കഴിഞ്ഞാലാണ് ജസ്റ്റ് പ്രാക്ടിക്കലായിട്ടും ലോജിക്കലായിട്ടും ചിന്തിക്കുക. ചില ട്രെയിനേഴ്സിനെ കുറ്റം പറയല്ല, മറിച്ച് അവർ ഇപ്പം തന്നെ മാർക്കറ്റിംഗ്, നമ്മൾ വെൽത്ത് മാസ്റ്ററി കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, എങ്ങനെ പേഴ്സണൽ ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്നുള്ള ടോപ്പിക്സ് എല്ലാം വെൽത്ത് മാസ്റ്ററി കൊടുക്കുന്നു. കാരണം വെൽത്ത് എന്ന് പറയുന്നത് ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് വെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പം ദുർഗാദേവി അദ്ദേഹത്തോട് ഞാൻ എന്ത് പറഞ്ഞു, ഒരു പുസ്തകം ഹൗ ടു ഇൻഫ്ലുവൻസ് ഫ്രണ്ട്സ് ആൻഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞ പുസ്തകം മേടിക്കാൻ പറഞ്ഞു. പിന്നെ സ്റ്റോറി ടെല്ലിങ്, എങ്ങനെ സ്റ്റോറി ടെൽ ചെയ്യണം, എങ്ങനെ കൺവിൻസ് ചെയ്യണം, കസ്റ്റമേഴ്സിന് എങ്ങനെ സെയിൽസ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ എങ്ങനെ സെയിൽസ് ഇതാണ് വേണ്ടത്. ഓക്കെ, അതായത് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെൽത്തിന്റെ കാര്യത്തിൽ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? മ്യൂട്ടാണ്. നമസ്കാരം, ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? നമ്മള് പ്രാവശ്യം ഒന്ന് ചെയ്തു, ഇനി കിടക്കണ നേരത്തെ ഒന്നും കൂടെ ചെയ്യണോ ഇപ്പൊ ചെയ്ത മെത്തേഡ്? ഇല്ല, കിടക്കണ്ട, ഇനി ചെയ്യണ്ട. ഇന്ന് ജസ്റ്റ് ട്രയലാണ്, നാളെ മുതലാണ് തുടങ്ങി പോകുന്നത്. നാളെ മുതൽ. ഓക്കെ, താങ്ക് യു. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഇപ്പൊ ഇത് കത്തിക്കുന്നതിന് പോരെ ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ കത്തിക്കുന്ന വരെ നിങ്ങൾ ടിയർ ചെയ്താണ്, ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വേസ്റ്റ് ബിന്നിട്ടെ. നിങ്ങൾ ഗൾഫിലാണല്ലേ? അതെ അതെ. ജസ്റ്റ് അത് ടിയർ ചെയ്യാം, മീൻസ് മുറിച്ചിട്ട് അത് വേസ്റ്റ് ഡസ്റ്റ്ബിന്നിലിട്ടാ മതി. ഇത് വെക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ ചിവരില്? എന്താണ്? ഞാൻ ഗോൾസ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നുണ്ടേ. ഒട്ടിച്ച് വെക്കുന്ന നല്ലതാണ്. ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതാ, ഇതല്ല സ്റ്റിക്ക് നോട്ട്സ് അല്ല പറയുന്നത്? ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറെ, അത് ഞാനത് പറഞ്ഞു. അപ്പൊ ഇത് കീറിക്കളയുന്നേക്കാൾ ഒട്ടിച്ച് വെക്കട്ടെ എന്ന് ചോദിച്ചതാണ്. ഒട്ടിച്ച് ക്ലിയർ ആയില്ലേ എനിക്ക് പറഞ്ഞത്? സോറി.
സർ ചെവരിലെ ഉണ്ടല്ലോ ആ നമുക്ക് ചുമലിൽ റോഡ് ഒട്ടിക്കുന്ന അത് സൈഡിൽ അത് ഒട്ടിച്ച് അത് ഇതേപോലെ തന്നെ ചെയ്യാം. ഞാൻ ചുമലിൽ വെച്ചിട്ടുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണോ കംഫർട്ടബിൾ അത് ചെയ്യാം. ഞാൻ അതേപോലെ ലോജിക്കലി ചിന്തിക്കുക, അതായത് എനിക്ക് എന്താണോ കംഫർട്ടബിൾ അത് ചെയ്യാം. ഇവിടെ കത്തിക്കാൻ പറ്റില്ല സർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇനിയുള്ള 28 ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു ക്ലാസ് ആയിരിക്കും. പിന്നെ നമ്മൾ നൽകിയ ടാസ്കുകളെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ ഒരു അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഏകദേശം നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 11-ാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററി, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ക്ലാസ്, റിലേഷൻഷിപ്പ് മാസ്റ്ററി, ജോബ് മാസ്റ്ററി, ചക്ര മാനിഫെസ്റ്റേഷൻ, വെൽത്ത് മാസ്റ്ററി, അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇതെല്ലാം തന്നെ ഒതുക്കിയിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അലൈൻമെന്റ് മാസ്റ്ററി എന്ന് പറഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പ്രസന്റേഷനായിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചെയ്യേണ്ട ഹാബിറ്റ്സ്, അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ്. ഇപ്പം വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, നൽകിയ മെഡിറ്റേഷൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഹീലിംഗ് മെഡിറ്റേഷൻസ്, റേക്കി, പ്രാണി ഹീലിംഗ്, EFT മെഡിറ്റേഷൻസ്, അങ്ങനെയുള്ള ഏകദേശം 30+ മെഡിറ്റേഷൻസ് ആണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ബാച്ച്, അതായത് മോർണിംഗ് ആൻഡ് ഈവനിങ് ബാച്ചിൽ 100 മെമ്പേഴ്സ് ആണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കറക്റ്റായിട്ട് പറഞ്ഞ ഒരു ഹാബിറ്റ് ക്രിയേഷൻ ആണ്. ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കോ കാര്യങ്ങളല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹാബിറ്റ് ക്രിയേഷൻ ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് അത് തുടങ്ങുന്ന സമയത്ത് അറിയിക്കുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് ആണ്. അതായത് ഞാൻ വീണ്ടും പറയാണ്, നമ്മളെ ഇപ്പം ഇത്രയും അധികം റിസൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നോ, അതായത് ആൾക്കാർക്ക് ഇന്ന് തന്നെ ഒരു പുള്ളിക്കാരി എനിക്ക് മെസ്സേജ് അയച്ചു, സാർ എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ ഉദ്ദേശിച്ച, അതായത് ഇപ്പം റിലേഷൻഷിപ്പ് മാസ്റ്റർ അറ്റൻഡ് ചെയ്തു, പുള്ളിക്കാരി എന്തിനാണോ, അതായത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതായത് ടോക്സിക് റിലേഷൻഷിപ്പിനെ തിരികെ കൊണ്ടുവരാനാണ് പുള്ളിക്കാരി റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ ജോയിൻ ചെയ്തത്. അങ്ങനെ അതിനെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർക്ക്, അതായത് റിലേഷൻഷിപ്പിൽ വോയിസ് വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, വോയിസ് ഇങ്ങനെ, അതായത് റിലേഷൻഷിപ്പ് മാസ്റ്ററിൽ ഇപ്പം ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റി, ലൈഫ് തന്നെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ മാറ്റി. ക്ലാസ്സിൽ ലെറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ എഫക്ട് ഒക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടി തുടങ്ങിയത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു. ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുന്നത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കഴിഞ്ഞൊക്കെ ഈ ഒരു ക്ലാസ് കൊണ്ടാണെന്ന് തോന്നുന്നു, ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെ ഞാൻ ബിലീവ് ചെയ്യാണ്. നല്ലൊരു റിലേഷൻഷിപ്പ് എനിക്ക് കിട്ടി. ഞാൻ എൻ്റെ മൈൻഡും എല്ലാം മാറി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുന്നു തന്നെ വലിയ കാര്യം. അതായത് ഇത് ജസ്റ്റ് പറയുകയാണെങ്കിൽ, ജസ്റ്റ് അത് വളരെ സ്പീഡായിട്ടാണ് ഞാൻ പ്ലേ ചെയ്തത്. അന്നേരം അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിലേഷൻ മാസ്റ്ററി കഴിഞ്ഞ മുന്നത്തെ ബാച്ച് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ടോക്സിക് റിലേഷൻഷിപ്പാണ് അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് അതിനെ വിടാൻ പറ്റുന്നില്ല. എന്നാൽ റിലേഷൻ മാസ്റ്ററി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്ന് ചിന്തിച്ചു. ആ റിസൾട്ടല്ല കിട്ടിയത്. അദ്ദേഹത്തിന് ആ വ്യക്തി അകന്നുപോയി. അതായത് എങ്ങനെ അടിച്ചു വിരിഞ്ഞ് പിന്നെ അവസാനം കട്ട് ചെയ്ത് എവിടെ ഏതാണെന്നും ഇല്ലാതെ രീതിയിലേക്ക് പോയി. പിന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം ആഗ്രഹിച്ച സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ അവർ ഒരു ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നല്ലൊരു പങ്കാളിയെ അദ്ദേഹത്തിന് കിട്ടി. അതോടൊപ്പം തന്നെ ചില വ്യക്തികൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പാർട്ണറിൽ ചേഞ്ച് കൊണ്ടുവരും, അല്ലേ? ഇപ്പോൾ റിലേഷൻ മാസ്റ്ററിയിൽ കുറേ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ണറെ ചേഞ്ച് ചെയ്തു. ഇപ്പം തന്നെ ഇതിൽ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഏകദേശം 8 വർഷമായിട്ട് റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മളെ ഇങ്ങനെ റിലേഷൻഷിപ്പാണോ ചക്രയാണോ എന്ന് അറിയില്ല, അതിനെ ഹീൽ ചെയ്തു. അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. അതായത് ഇതെല്ലാം തന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതിനെല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷനാണ്. അതായത് മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം, അതായത് അലൈൻമെന്റ് മാസ്റ്ററിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് മെഡിറ്റേഷൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു കോഴ്സ് ആക്കിയിട്ടല്ല, അതായത് ഇത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു കോഴ്സ് അല്ല, മറിച്ച് അതൊരു മെമ്പർഷിപ്പ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അറിയിക്കുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അത് പ്രാക്ടിക്കലി, അതായത് അതിൽ ഡെയിലി ടാസ്ക് ഉണ്ടാവും. ഡെയിലി ടാസ്ക് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യും. അത് 2 രീതിയിലാണ്. അതായത് ഗ്രൂപ്പ്സ് എല്ലാം തന്നെ അതിൽ ഓപ്പൺ ആയിരിക്കും. അതിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫീസും കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്ന സമയത്ത് അറിയിക്കുന്നതായിരിക്കും. മിത്ര മേഡം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെ ബിസിനസ് ചോദിച്ചോളൂ. പേഴ്സണൽ കൺസൾട്ടേഷൻ ഉണ്ടോ? പേഴ്സണൽ കൺസൾട്ടേഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ചില ആൾക്കാർക്ക് വലിയ പ്രോബ്ലം കുറേ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മളത് കൊടുക്കുക. ഇല്ലാത്തവർക്ക് ഞാൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ വോയിസ് ആയിട്ടോ കാര്യങ്ങളായിട്ടോ അയക്കും. കുറേ കാര്യങ്ങൾ ഇപ്പം കഴിഞ്ഞൊരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു.
പുള്ളിക്കാരി ഇങ്ങനെ വേറെ കുറെ കോഴ്സുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തു. അന്നേരം അവർ ഇതേപോലെ തന്നെ കൺസൾട്ടേഷനും കാര്യങ്ങളും എടുക്കുന്ന സമയത്ത് അവരോട് ഇപ്പം കൺസൾട്ടേഷൻ ഈവൻ കൺസൾട്ടേഷൻ്റെ കാര്യങ്ങൾ നിങ്ങളൊരു മെൻറ്ററിങ്ങിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ലൈഫ് കോച്ചോ മാറുകയാണെങ്കിൽ മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കോഴ്സ് ചെയ്തു, എത്രയോ ഇങ്ങനെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ആ വ്യക്തിയോട് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് പറയും, എന്തൊക്കെയോ പ്രോബ്ലം 1 2 3 എന്ന് പറഞ്ഞ പ്രോബ്ലം പറയും. റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം അല്ലേ, ഓക്കെ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം ആണ് ഇത് ചെയ്യും, അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രോബ്ലം ഇത് ചെയ്യും. അതല്ല കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയാലും എന്ത് തന്നെ ആയാലും നിങ്ങളൊന്ന് തുറന്ന മനസ്സോടെ അവരെ കാര്യങ്ങളൊക്കെ. ഇപ്പം ആ പുള്ളിക്കാരിയുടെ കൺസൾട്ടേഷൻ എടുത്ത സമയത്ത് ഏകദേശം 1.25 മണിക്കൂർ പുള്ളിക്കാരിയുടെ സ്റ്റോറീസ്, അതായത് കുട്ടിക്കാലം മുതൽ അതുവരെയുള്ള സ്റ്റോറീസ് പറഞ്ഞു. നമ്മൾ അതെല്ലാം തന്നെ കേട്ട് അതിന് ശേഷമാണ് നമ്മൾ ഏകദേശം 1.5 അവർ കാര്യങ്ങൾ പറഞ്ഞ് ഓക്കെ ഇന്ന പ്രോബ്ലം സംഭവിക്കാനുള്ള കാരണം ഇന്നതാണ്, ഇന്ന രീതിയിൽ ചെയ്യാൻ എൻ്റെ റിസൾട്ട് കിട്ടും. അതിന് പുള്ളിക്കാരി ആ കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂട്ട് കോഴ്സിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കുന്നു എന്നുള്ള റൂട്ട് കോഴ്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് പറയാൻ സാധിച്ചു. അത് ഞാനെങ്ങനെയാണ് പഠിച്ചത്, ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ കൺസൾട്ടേഷൻ എടുത്തു. കുറേ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് കുറേ വ്യക്തികളുടെ കൺസൾട്ടേഷൻ, ഹീലിംഗ്, സൈക്കോളജിസ്റ്റ്, അങ്ങനത്തെ കുറേ കൺസൾട്ടേഷൻ എടുക്കുന്നത് നമുക്കത് ഓക്കെ കൺസൾട്ടേഷൻ എന്ന് വെച്ചാൽ ഇതാണ്, ഇത് ഇങ്ങനത്തെ കുറേ കോഴ്സുകൾ പഠിച്ചു. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ കൺസൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുക. ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള അവരുടെ പ്രോബ്ലംസ് എന്താണോ അതിൻ്റെ മെഡിറ്റേഷൻസ് നമ്മൾ അയച്ചു കൊടുക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം, ആ റിലേഷൻഷിപ്പ് മാസ്റ്ററി, ഇപ്പോൾ ഇങ്ങനെ പണത്തിൻ്റെ, അത് നമ്മൾ വേറെ നമ്മളെ പെയ്ഡ് കോഴ്സിലുള്ള മെഡിറ്റേഷൻസ് നമ്മൾ അയച്ചു കൊടുക്കും. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വെറുതെ കൺസൾട്ടേഷൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും തന്നെയായിരിക്കും, ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ കൺസൾട്ടേഷൻ ചെയ്യുന്ന വ്യക്തി പറഞ്ഞു കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് ആ റിസൾട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറ്റണമെങ്കിൽ മെഡിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ മെഡിറ്റേഷൻസ് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്നാൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ 772 അയക്കണ്ടേ, 772 അയക്കുകയാണെങ്കിൽ സ്റ്റാഫ് അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. ഓക്കെ, ഓഫീസിലാണോ ഞാൻ ഓൺലൈനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓഫീസിലേക്ക്, കോഴിക്കോടാണ് ഓഫീസ് വരുന്നത്. ഞാൻ കോഴിക്കോട് ടൗണിൽ തന്നെയാണ്, ചേവായൂരാണ്. ആ ഓക്കെ, സാറിനെ നേരിട്ട് കണ്ടാൽ വേണ്ടില്ലാന്നുണ്ടായിരുന്നു. കോഴിക്കോട് നമ്മളെ ആനി ഹാൾ റോഡിന്റെ അടുത്ത് തന്നെയാണ്, കോഴിക്കോട് ആനി ഹാൾ റോഡില് അവിടെ തന്നെയാണ് നമ്മൾ വരുന്നത്. അന്നേരം ജസ്റ്റ് ജയലക്ഷ്മിന്റെ അവിടെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ആണല്ലേ, സാറിനെ വിളിച്ചാൽ കിട്ടുമോ അവിടെ എത്തിയിട്ട്? വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, ഇതിലേക്ക് വിളിക്കുക, ഒന്നെങ്കിൽ സ്റ്റാഫ് എടുക്കും അല്ലെങ്കിൽ ഞാൻ എടുക്കും. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ 772 ആണ് എന്റെ കയ്യിൽ മിക്കവാറും ഉണ്ടാകുക. ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം തന്നെ സ്റ്റാഫ്. പ്രോളേണസ് അക്കാദമി, അത് എന്റെ പ്രോളേണസ് അക്കാദമി എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര്. ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും വാട്സപ്പിൽ കൺസൾട്ടേഷൻ പറഞ്ഞിട്ട് അയക്കാം. ഓക്കെ 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 സർ, താങ്ക് യു. ഓക്കെ, അതായത് ഇതെല്ലാം കാര്യങ്ങൾ. എല്ലാവരും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഞാൻ റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമെങ്കിൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. അതായത് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് അയക്കാം, അതിനെല്ലാം മറുപടി ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അന്നേരം നമ്മൾ ഇനി പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കുറേ സക്സസ് സ്റ്റോറീസ്, ഡെയിലി സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യാം. അത് എന്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഞാൻ സേഫ്റ്റി ഓഫീസറാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഒരു ബാച്ച് നടന്നുകൊണ്ട് എത്തുന്നുണ്ട്. ഓൺലൈനാണ്, നമ്മൾ യൂട്യൂബിൽ വരുന്നതാണ് വീഡിയോ. ഓൺലൈനായിട്ടാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബാച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മളെ ഇത്രയധികം ലൈവിൽ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഞാൻ വളരെയധികം നന്ദി പറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഉയർച്ചകളിൽ തന്നെ വാട്സപ്പിൽ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് സാറേ, സൂപ്പർ ക്ലാസ്. സമയം പോയതേ അറിഞ്ഞില്ല. എന്താണ്? ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.